നമസ്കാരം. ന്യൂസ് അപ്ഡേറ്റ്സ് ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. PV അൻവർ ജയിൽ മോചിതനായി. സ്വീകരിച്ച് DMK പ്രവർത്തകർ. പിന്തുണച്ച UDF നേതാക്കൾക്ക് നന്ദി പറഞ്ഞ് MLA. അനുയായി EK സുഗു അറസ്റ്റിൽ. HMV വൈറസ് ഇന്ത്യയിലും. രോഗബാധിതരുടെ എണ്ണം 5ആയി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് JP നദ്ദ. സാഹചര്യം നേരിടാൻ സജ്ജമെന്ന് കേന്ദ്ര സർക്കാർ. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ആക്രമണത്തിൽ 9 ജവാന്മാർക്ക് വീരമൃത്യു. ആക്രമണം IED ഉപയോഗിച്ച്. ശക്തമായി തിരിച്ചടിക്കുമെന്ന് സംസ്ഥാന സർക്കാർ. രക്തസാക്ഷിത്വം വെറുതെയാകില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം. കോൺഗ്രസിനെ വെട്ടിലാക്കി വയനാട് DCC ട്രഷററുടെ ആത്മഹത്യാക്കുറിപ്പ്. നിയമനത്തിന് കോഴ വാങ്ങിയത് നേതൃത്വത്തിന്റെ അറിവോടെ. വലിയ ബാധ്യതകളുണ്ടായിട്ടും തന്നെ ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നും പരാമർശം. K സുധാകരന് എഴുതിയ കത്തും പുറത്ത്. നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണമില്ല. ഭാര്യയുടെ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. കണ്ണൂർ DIGക്ക് മേൽനോട്ട ചുമതല. വിധി തൃപ്തികരമല്ലെന്ന് കുടുംബം. അപ്പീൽ നൽകുമെന്ന് മഞ്ജുഷ. സാമൂഹിക ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ നടപടി വന്നപ്പോൾ പ്രതിസന്ധിയിലായവരിൽ തുച്ഛവേതനക്കാരും. ഉയർന്ന ശമ്പളം ഉള്ളവരെക്കാൾ സസ്പെൻഷനിൽ ആയവരിൽ പാർട്ട് ടൈം ജീവനക്കാരും തൂപ്പുകാരും പാചകക്കാരും. സസ്പെൻഷനിൽ ആയതോടെ പലരും ജീവിതം വഴിമുട്ടിയ അവസ്ഥയിൽ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പിനായി പോരാട്ടം കനത്തു. കണ്ണൂർ 1ാം സ്ഥാനത്ത്. തൃശൂരും കോഴിക്കോടും തൊട്ടുപിന്നിൽ. 3ാം ദിനത്തിൽ ജനപ്രിയ ഇനങ്ങൾ വേദിയിൽ. കലവറ സന്ദർശിച്ച് മുഖ്യമന്ത്രി. കുട്ടിക്കാനത്ത് KSRTC ബസ് കൊക്കയിലേക്ക് മറിഞ്ഞു. അപകടത്തിൽ 4 പേർ മരിച്ചു. ബ്രേക്ക് നഷ്ടപ്പെട്ടതായി ഡ്രൈവർ. ധനസഹായം പ്രഖ്യാപിച്ച് KB ഗണേഷ് കുമാർ. മൂവാറ്റുപുഴയിൽ നിയന്ത്രണം വിട്ട കാർ ഇടിച്ച ലോട്ടറി വിൽപ്പനക്കാരൻ മരിച്ചു. ഇരിട്ടിയിൽ പന്നിക്കണിയിൽ പുലി കുടുങ്ങി. മയക്കുവെടി വെച്ച് പിടികൂടി. കടുവയെ തുറന്നുവിടുന്നതിനെ ചൊല്ലി പ്രതിഷേധം. നിലമ്പൂരിൽ ജനവാസ കേന്ദ്രത്തിൽ പുലിയിറങ്ങി. നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർത്ത കേസിൽ ജാമ്യം ലഭിച്ച PV അൻവർ ജയിൽ മോചിതനായി. നിലമ്പൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് അൻവറിന് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. ന്യൂനപക്ഷങ്ങളെ സർക്കാർ വേട്ടയാടുകയാണ് എന്നും തന്നെ പിന്തുണച്ച UDF നേതാക്കൾക്ക് നന്ദിയുണ്ട് എന്നും PV അൻവർ പ്രതികരിച്ചു. ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ ദൈവത്തിന് നന്ദി. അതാണ് ഒറ്റവാക്കിൽ പറയാനുള്ളത്.
കേരളത്തിലെ പൊതുസമൂഹവും ഈ നിൽക്കുന്ന പത്രക്കാരായ നിങ്ങളും ഇവിടുത്തെ മുഴുവൻ മനുഷ്യരും UDFന്റെ നേതാക്കന്മാരായ പാണക്കാട് തങ്ങളും ഈ പറയുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബും കോൺഗ്രസ് നേതാക്കളായ കെ സുധാകരൻ, രമേശ് ചെന്നിത്തല, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങി മുഴുവൻ ആളുകളും ഈ ഒരു വിഷയത്തിൽ ധാർമ്മിക പിന്തുണ നൽകി എന്നത് തന്നെയാണ് ഈ വിഷയത്തിൽ എനിക്ക് ആശ്വാസകരമായിട്ടുള്ളത്. CV അനുമോദുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനുമോദ്, കോടതി ജാമ്യം അനുവദിക്കുന്നു, പിന്നീട് ഇന്ന് തന്നെ പുറത്തിറങ്ങാൻ പറ്റുമോ എന്നത് സംബന്ധിച്ച സംശയമുണ്ടായിരുന്നു. കോടതിയുടെ ഉത്തരവ് ജയിലിൽ എത്തിക്കുന്നു, തൊട്ടു പിന്നാലെ PV അൻവർ പുറത്തിറങ്ങുന്നു. എന്തൊക്കെയാണ് ഇന്ന് സംഭവിച്ചത്? അഭിലാഷ, 24 മണിക്കൂർ നീണ്ട നാടകീയ സംഭവങ്ങൾക്ക് ഒടുവിൽ ഇപ്പോൾ PV അൻവർ ജയിലിൽ നിന്നും ജാമ്യം നേടി പുറത്തിറങ്ങിയിരിക്കുന്നു. ഇന്നലെ ഇതേ സമയത്താണ് അൻവറിനെ വളയുവാൻ പോലീസ് സന്നാഹം വീട്ടിലെത്തിയത്. വലിയ ബറ്റാലിയൻ പോലീസ് വീട് വളഞ്ഞു. അൻവറിനെ രാത്രി 10 മണിക്കോടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി വൈദ്യപരിശോധന കഴിഞ്ഞു. മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കി. അതിനുശേഷം അൻവറിനെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു. തുടർന്ന് ഇന്ന് ഒട്ടേറെ ആശങ്കകൾക്ക് അഭ്യൂഹങ്ങൾക്കൊടുവിൽ വൈകുന്നേരം 5 മണിയോടെ അൻവറിന് ജാമ്യം ലഭിച്ചു. ഇപ്പോൾ അദ്ദേഹം പുറത്തിറങ്ങുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തിറങ്ങി പറഞ്ഞ കാര്യങ്ങളിൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നതിന്റെ വ്യക്തമായ സൂചനയുണ്ട് എന്നുള്ളതാണ്. ഇതുവരെ ഒറ്റയാൻ പോരാട്ടമാണ് നടത്തിയത്, ഇനി UDFനൊപ്പമാണ് തന്റെ പോരാട്ടം എന്ന് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതാണ് അദ്ദേഹത്തിന്റെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും പ്രസക്തമായ കാര്യം. ഇനി അദ്ദേഹത്തിന്റെ പോരാട്ടം ഒറ്റയ്ക്കായിരിക്കില്ല, ഇനി താൻ UDFനൊപ്പമായിരിക്കുമെന്ന് അൻവർ പറയുമ്പോൾ ഇനി അതിൽ UDFന്റെ നിലപാടാണ് പ്രധാനമായിട്ടും അറിയേണ്ടതുള്ളത്. ഇതുവരെ UDF നേതാക്കളൊക്കെ അൻവർ തന്റെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കട്ടെ, അതിനുശേഷം പിന്തുണ നൽകാമെന്ന നിലപാട് സ്വീകരിച്ചപ്പോൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടൻ അൻവർ നടത്തിയ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞത് ഇനി താൻ UDFനൊപ്പമാണ് എന്നുള്ളത് തന്നെയാണ്. അതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് അൻവറിന്റെ രാഷ്ട്രീയ നീക്കങ്ങളിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളതും. ഇനി എന്തൊക്കെയായിരിക്കും അദ്ദേഹത്തിന്റെ തുടർ നീക്കങ്ങൾ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. വലിയ വിമർശനം പ്രതീക്ഷിച്ച പോലെ തന്നെ പിണറായി സർക്കാരിനെതിരെ അദ്ദേഹം നടത്തി. തന്നെ ഇല്ലാതെയാക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സർക്കാർ ഇനിയും അധികാരത്തിൽ തുടരുക എന്നുള്ളത് ആലോചിക്കാൻ കഴിയുന്ന കാര്യമല്ല. അവരെ താഴെ ഇറക്കുവാൻ എല്ലാ സാധ്യമായ വഴികളും തേടും. അതിന് UDFനൊപ്പം നിൽക്കുകയാണ് ഇനി ചെയ്യാൻ കഴിയുന്ന കാര്യം. അതിലേക്കാണ് ഇനി പോകുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. ഒപ്പം തന്നെ വരും ദിവസങ്ങളിലും സമാനമായ രീതിയിൽ താൻ തുടങ്ങിവെച്ച പോരാട്ടം വനം വന്യജീവി നിയമ ഭേദഗതിക്കെതിരെയും അതുപോലെ തന്നെ മലയോര മേഖലയിലെ കർഷകർ നേരിടുന്ന പ്രതിസന്ധികൾക്കെതിരെയും താൻ തുടങ്ങിവെച്ച പോരാട്ടം തുടരുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. 63 മണ്ഡലങ്ങളിലായി 400ലധികം പഞ്ചായത്തുകളിൽ ഈ പ്രചരണവുമായി മുന്നോട്ട് പോവുകയും ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണെങ്കിലും അദ്ദേഹം തവനൂർ സെൻട്രൽ ജയിലിൽ നിന്നും അദ്ദേഹത്തിന്റെ വാഹനം പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. മഞ്ചേരി ആനക്കായം മുതൽ അദ്ദേഹത്തിന്റെ വീട് വരെ തുറന്ന വാഹനത്തിലായിരിക്കും അദ്ദേഹം സഞ്ചരിക്കുക. പ്രവർത്തകർ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. നിരവധി പ്രവർത്തകർ തടിച്ചുകൂടിയിരുന്നു ജയിലിൽ സമീപത്ത്. മാത്രമല്ല, ഈ അറസ്റ്റിനായി പോലീസ് സംഘം എത്തുന്നതിന് മുമ്പ് തന്നെ PV അൻവറിന്റെ വസതിക്ക് ചുറ്റും വലിയ ആൾക്കൂട്ടം പ്രകടമായിരുന്നു. അതിൽ അനുഭാവികളായിട്ടുള്ള ആളുകളുണ്ട്, അല്ലാത്തവരുമൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നിയമസഭാ സമ്മേളനത്തിന്റെ കാലയളവിലേക്കാണ് പോകുന്നത്. അവിടെയും വിഷയം ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ UDFന്റെ പിന്തുണ തന്നെയാണോ അൻവർ പ്രതീക്ഷിക്കുന്നത്? UDFനൊപ്പമാണ് താനെന്ന് അൻവർ പരസ്യമായിട്ട് തന്നെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇനിയുള്ള പ്രധാനപ്പെട്ട കാര്യം UDF എങ്ങനെ ഇതിനോട് പ്രതികരിക്കും എന്നുള്ളതാണ്. ഇതുവരെ അൻവർ പരസ്യമായിട്ട് UDFനൊപ്പമാണ് എന്ന് പറഞ്ഞിരുന്നില്ല. ഇപ്പോൾ അദ്ദേഹം താൻ ഇനി UDFനൊപ്പം എന്ന് പറയുമ്പോൾ അൻവറിനെ ഉപാധികളോടെ UDFിലെടുക്കുമോ, അൻവറിനെ മുന്നണിയുടെ ഭാഗമാക്കുന്നത് എങ്ങനെയായിരിക്കും? സ്വതന്ത്ര MLA എന്ന നിലയിലാണോ, അതോ DMK എന്ന സംഘടനയുടെ കൂടെ ആണോ, അതോ മറ്റെന്തൊക്കെ കണ്ടീഷൻസ് ആണ് ഉള്ളത് എന്നുള്ളതൊക്കെ അറിയേണ്ടതുണ്ട്. എന്തിനാണെങ്കിലും ഒറ്റയ്ക്കായിരിക്കില്ല, UDFനൊപ്പമായിരിക്കുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അൻവർ ഉന്നയിച്ച ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ, അൻവർ സർക്കാരിനെതിരെ നടന്ന പോരാട്ടങ്ങൾ, അതൊക്കെ തന്നെ ഇനി UDFന്റെ പിന്തുണ കൂടി ആയിരിക്കും ഉണ്ടാവുക. കാരണം നേരത്തെ തന്നെ അൻവർ തുടങ്ങിവെച്ച വനം വന്യജീവി നിയമ ഭേദഗതിക്കെതിരെയുള്ള ജനകീയ യാത്ര, ആ മേഖലയിലെ ജനങ്ങളുടെ പ്രശ്നം, അതൊക്കെ മുസ്ലിം ലീഗിനും ഒരുപാട് ഏറ്റെടുക്കാൻ
താല്പര്യമുള്ള ഉന്നയിക്കുന്ന വിഷയം തന്നെയായിരുന്നു. അതുകൊണ്ടാണ് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് എതിർപ്പുണ്ടെങ്കിൽ പോലും ലീഗ് അൻവറിന്റെ വിഷയത്തിൽ കുറെ കൂടി താല്പര്യം കാണിക്കുകയും എന്നാൽ മുന്നണി മര്യാദകൾ പാലിച്ചുകൊണ്ട് അത്തരം വലിയ പരസ്യ പ്രസ്താവനകളിലേക്ക് കടക്കാതിരിക്കുകയും ചെയ്തത്. പക്ഷേ അൻവർ ഉന്നയിക്കുന്ന രാഷ്ട്രീയം, അൻവർ ഉന്നയിക്കുന്ന ജനകീയ പ്രശ്നങ്ങൾ അതൊക്കെ സർക്കാരിനെതിരായ വലിയ പ്രതിഷേധത്തിനുള്ള വഴിയൊരുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അൻവറിന്റെ വിഷയം, അൻവർ മുന്നിൽ വയ്ക്കുന്ന വിഷയങ്ങൾ UDF കൂടി ഏറ്റെടുക്കുമെന്ന് UDF നേതാക്കൾ തന്നെ പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ അറസ്റ്റും ജാമ്യവുമെല്ലാം രാഷ്ട്രീയമായിട്ട് വലിയ വഴിത്തിരിവുകളിലേക്കാണ് കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നത്. ആ ജനകീയ യാത്രയിലൂടെ UDFയിലേക്ക് കടന്നു കയറാമെന്ന പ്രതീക്ഷ അൻവറിനുണ്ടായിരുന്നെങ്കിൽ അതിൽ UDF നേതാക്കൾ പങ്കെടുക്കുന്നില്ലെന്ന് പറയുകയും പിന്നെ അപ്രതീക്ഷിതമായുണ്ടായ ഉൾക്കാട്ടിലെ ആനയുടെ ആക്രമണത്തിൽ ആദിവാസി യുവാവ് കൊല്ലപ്പെടുന്നതും തുടർന്ന് അതിനെതിരെ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം ഉണ്ടാകുന്നതും അൻവറിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം പോലീസ് അറസ്റ്റ് ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തെ ജയിലിലടയ്ക്കുകയും തുടർന്ന് അദ്ദേഹം ജാമ്യം നേടി പുറത്തിറങ്ങുകയും ചെയ്യുമ്പോൾ തീർച്ചയായും ഇന്നലെ ഈ സമയത്തെ വാർത്ത എന്നത് PV അൻവറെ അറസ്റ്റ് ചെയ്യാനായി വലിയ പോലീസ് സന്നാഹം അദ്ദേഹത്തിന്റെ വസതിക്ക് മുന്നിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതായിരുന്നു. പിന്നീട് രാത്രി 12 മണിയോടുകൂടി ആണ് അദ്ദേഹത്തെ ജയിലിലേക്ക് എത്തിക്കുന്ന സാഹചര്യവും ഉണ്ടാകുന്നത്. പക്ഷേ 24 മണിക്കൂർ തികച്ച് അദ്ദേഹത്തിന് ജയിലിൽ കഴിയേണ്ടി വന്നില്ല. അതിനു മുമ്പ് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുമ്പോൾ രാഷ്ട്രീയമായി പിന്തുണ PV അൻവറിന് വർദ്ധിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. PV അൻവറിനെ അറസ്റ്റ് ചെയ്ത രീതിയിൽ അസ്വാഭാവികതയുണ്ട് എന്നും എന്നാൽ അതിന് കാരണം ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ആയിരിക്കാമെന്നും മന്ത്രി AK ശശീന്ദ്രൻ. അറസ്റ്റിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. ഇതിലൊരു അസ്വാഭാവികത തോന്നാനിടയുണ്ട്. പക്ഷേ പോലീസിനെ അതിന് പ്രേരിപ്പിച്ച പശ്ചാത്തലം എന്താണെന്ന് പോലീസ് ഇന്റലിജൻസ് വിഭാഗങ്ങളുടെ തീരുമാനങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കനുസരിച്ചും അവർക്ക് ലഭിക്കുന്ന വിവരങ്ങൾക്കനുസരിച്ചുമാണ്. അതിൽ കൈകടത്താനോ ഇടപെടാനോ എന്തായാലും ഗവൺമെന്റിന് വേണ്ടിയോ ഗവൺമെന്റിന്റെ പക്ഷത്ത് നിൽക്കുന്നവരോ ആരായാലും ഞങ്ങൾ ആരും ഇടപെടാൻ ഉദ്ദേശിച്ചില്ല. നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് ആക്രമിച്ച കേസിൽ PV അൻവർ അറസ്റ്റിലായി പുറത്തിറങ്ങുമ്പോൾ അത് നൽകുന്നത് രാഷ്ട്രീയമായി വലിയ ഊർജമാണ്. രാഷ്ട്രീയമായി ഇതുവരെ നേരിട്ട തിരിച്ചടികളെ മറികടക്കുവാൻ പോലീസ് നടപടി അൻവറിന് സഹായമാകുമ്പോൾ ആത്യന്തികമായി അത് ദോഷം ചെയ്യുന്നത് ഇടതുപക്ഷത്തിനു കൂടിയാണ്. മലപ്പുറം ജില്ലയിലെ ഇടതുപക്ഷ നേതാക്കൾ പോലും രാത്രി വീട് വളഞ്ഞ് PV അൻവറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. പ്രതിഷേധവും പൊതുമുതൽ നശിപ്പിക്കലും ഉണ്ടായാൽ ഉദ്ഘാടകനായ ജനപ്രതിനിധിയെ അന്നേ ദിവസം രാത്രി തന്നെ വീട് കയറി അറസ്റ്റ് ചെയ്ത ചരിത്രവും കുറവാണ്. അൻവറാകട്ടെ വീണ് കിട്ടിയ അവസരം പരമാവധി ഉപയോഗിക്കുകയും ചെയ്തു. വനം വന്യജീവി നിയമ ഭേദഗതിക്കെതിരെ തുടങ്ങിയ ജനകീയ യാത്ര വേണ്ട പോലെ ജനശ്രദ്ധ നേടാൻ കഴിയാത്ത സാഹചര്യത്തിലായിരുന്നു നിലമ്പൂർ ഉൾവനത്തിൽ കാട്ടാനാക്രമണത്തിൽ ആദിവാസി യുവാവ് മരിച്ചത്. UDF നേതാക്കൾ യാത്രയിൽ നിന്ന് വിട്ടുനിന്നതിന്റെ ക്ഷീണം അൻവർ മറികടക്കാൻ ശ്രമിച്ചത് ഈ പ്രതിഷേധ പ്രകടനത്തിലൂടെയായിരുന്നു. എന്നാൽ അതിന് അൻവർ പ്രതീക്ഷിച്ചതിലുമപ്പുറം വാർത്താ പ്രാധാന്യം നൽകാൻ എല്ലാ സഹായവും നൽകിയത് കേരള പോലീസ് തന്നെയാണ്. വലിയ പോലീസ് സന്നാഹം തന്നെ അൻവറിന്റെ വീട് വളഞ്ഞതോടെ രാഷ്ട്രീയമായി അറസ്റ്റിനെ ഉപയോഗിക്കുവാൻ അൻവറും പരമാവധി ശ്രമിച്ചു. അറസ്റ്റ് വൈകിപ്പിച്ചും മാധ്യമങ്ങളോട് പ്രതികരിച്ചും സാമൂഹ്യ മാധ്യമങ്ങളിൽ ആഹ്വാനങ്ങൾ നടത്തിയും അൻവർ രക്തസാക്ഷി പരിവേഷം ഏറ്റുവാങ്ങി. രാത്രി പെട്ടെന്ന് അഭിഭാഷകനെ കണ്ടെത്താനാകുന്നില്ല എന്ന് പറഞ്ഞ് ജാമ്യത്തിന് ശ്രമിക്കാതെ ജയിലിലേക്ക് കൂടി പോയതോടെ അൻവറിന്റെ പ്രതിച്ഛായ ജനകീയ പ്രശ്നത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ജയിലിൽ പോയ നേതാവിന്റേതായി മാറി. ഇതുവരെ അൻവറിനെ പരിപൂർണമായി പിന്തുണയ്ക്കാത്ത UDF നേതാക്കൾക്ക് പോലും അൻവറിനെതിരായ പോലീസ് നടപടിയെ വിമർശിക്കേണ്ടി വന്നു. ജയിലിനകത്തു നിന്നും പുറത്തെത്തുന്ന അൻവറിനെ പഴയ പോലെ അവഗണിക്കാനും UDFനാകില്ല. രാഷ്ട്രീയ അഭയാർത്ഥിയായി കേരളത്തിൽ അലഞ്ഞു തീരുമെന്ന് ഇടതുപക്ഷം പ്രതീക്ഷിച്ച PV അൻവറിന് പോലീസിന്റെ തിടുക്കത്തിലുള്ള നടപടി നൽകിയത് പുതുജീവനാണ്. ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു പോലീസിന്റെ നടപടി എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് ഇടതു നേതൃത്വം പറയുമ്പോഴും വീണുകിടന്ന അൻവറിന് പിടിച്ചുകയറാൻ കയറിട്ട് കൊടുക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ പോലീസ് നടപടിയെന്ന് ഇടതുപക്ഷ പ്രവർത്തകർ പോലും വിലയിരുത്തുന്നുണ്ട്. മലപ്പുറത്തു നിന്നും CV അനുമോദ്, ന്യൂസ് 18. PV അൻവറിന്റെ അറസ്റ്റിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് KPCC അധ്യക്ഷൻ K സുധാകരൻ. ഒരു സർക്കാർ ഇത്രയും തരം താഴാൻ പാടില്ല എന്നും നടപടി അബദ്ധജടിലം എന്നുമായിരുന്നു സുധാകരന്റെ വിമർശനം. അൻവർ ചെയ്ത തെറ്റെന്ത് എന്നും അറസ്റ്റിന്റെ അടിസ്ഥാനം എന്താണ് എന്നും സുധാകരൻ ചോദിച്ചു. അൻവറിന്റെ അറസ്റ്റിൽ CPIMനെതിരെ രമേശ് ചെന്നിത്തലയും രംഗത്ത്. അൻവർ നടത്തിയത് സ്വാഭാവികമായ പ്രതിഷേധമാണ് എന്നും അറസ്റ്റ് കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ് എന്നും ചെന്നിത്തല പറഞ്ഞു. പിണറായി വിജയനെ വിമർശിച്ച ജയിലിൽ അടയ്ക്കും എന്നതാണ് അവസ്ഥയെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. ഛത്തീസ്ഗഡിലെ ബിജാപൂരിൽ
നക്സലൈറ്റ് ആക്രമണത്തിൽ ജവാന്മാർ അടക്കം 9 പേർക്ക് വീരമൃത്യു. IED ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ ഡിസ്ട്രിക്ട് റിസർവ് ഗാർഡിലെ 8 ജവാന്മാരും ഒരു ഡ്രൈവറും ആണ് മരിച്ചത്. ബിജാപൂർ ജില്ലയിലെ ബെദ്രെ കുട്രു റോഡിലാണ് നക്സലൈറ്റ് ആക്രമണമുണ്ടായത്. ഛത്തീസ്ഗഡ് പോലീസിന്റെ ഡിസ്ട്രിക്ട് റിസർവ് ഗാർഡിലെ 20ഓളം അംഗങ്ങളാണ് വാഹനത്തിലുണ്ടായിരുന്നതെന്നാണ് വിവരം. ശനിയാഴ്ച വൈകിട്ട് ഛത്തീസ്ഗഡിലെ ബസ്തർ മേഖലയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായുള്ള ഏറ്റുമുട്ടലിൽ 5 മാവോവാദികളെ വധിച്ചിരുന്നു. ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് മടങ്ങിയ ജവാന്മാരുടെ സംഘത്തിനു നേരെയാണ് ആക്രമണം. ഇവർ സഞ്ചരിച്ച സ്കോർപിയോ വാഹനങ്ങൾക്ക് നേരെയായിരുന്നു ആക്രമണമുണ്ടായത്. കഴിഞ്ഞ 2 വർഷത്തിനിടെ പോലീസിന്റെ പ്രത്യേക സംഘമായ DRGക്ക് നേരെ നടക്കുന്ന ഏറ്റവും വലിയ ആക്രമണമാണ് ബിജാപൂരിൽ നടന്നത്. ശനിയാഴ്ച ബസ്താറിൽ നടന്ന ഏറ്റുമുട്ടലിൽ 5 നക്സലുകൾ കൊല്ലപ്പെട്ടിരുന്നു. ദണ്ഡേവാഡ നാരായൺപൂർ ബോർഡറിലെ കാടിനുള്ളിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. ഇതിലൊരു പോലീസ് കോൺസ്റ്റബിളും കൊല്ലപ്പെട്ടിരുന്നു. ഹീനമായ ആക്രമണമാണ് ഉണ്ടായതെന്നും ജവാന്മാരുടെ ജീവത്യാഗം വെറുതെയാകില്ലെന്നും ഉപമുഖ്യമന്ത്രി അരുൺ സവോ പ്രതികരിച്ചു. 2026 മാർച്ചോടെ ബസ്താറിനെ നക്സൽ മുക്ത ജില്ലയാക്കുമെന്ന സർക്കാർ പ്രഖ്യാപനം നടപ്പാക്കുമെന്നും ഉപമുഖ്യമന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇന്ത്യയിൽ HMV വൈറസ് ബാധ സ്ഥിരീകരിച്ചവരുടെ എണ്ണം 5ആയി ഉയർന്നു. ബാംഗ്ലൂരുവിലും ചെന്നൈയിലും 2 വീതം കുട്ടികൾക്കും ഗുജറാത്തിൽ 2 മാസം പ്രായമുള്ള കുട്ടിക്കുമാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. സാധാരണ രീതിയിലുള്ള ജലദോഷപ്പനിക്ക് അപ്പുറം HMPVയെക്കുറിച്ച് ആശങ്ക വേണ്ട എന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായം. ചൈനയിൽ വൈറസ് ബാധ ഗുരുതരമാണെന്ന റിപ്പോർട്ടുകൾ വന്ന സാഹചര്യത്തിൽ ഇന്ത്യയടക്കമുള്ള രാജ്യങ്ങൾ കടുത്ത ജാഗ്രത പുലർത്തിയിരുന്നു. ഇതിനിടെയാണ് ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ 8 മാസം പ്രായമുള്ള കുഞ്ഞിൽ HMPV ബാധ സ്ഥിരീകരിച്ചത്. യാത്രാ പശ്ചാത്തലമൊന്നുമില്ലാത്ത കുഞ്ഞുങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് വൈറസ് ബാധ കണ്ടെത്തിയത്. ഇതിനു പിന്നാലെ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ 2 മാസം പ്രായമുള്ള കുട്ടിക്കും HMPV ബാധ സ്ഥിരീകരിച്ചു. കുട്ടി അഹമ്മദാബാദിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതേസമയം HMPV വൈറസിനെ പേടിക്കേണ്ട കാര്യമില്ലെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. ചുമ, പനിയടക്കമുള്ള ഫ്ലൂ ലക്ഷണങ്ങളോടെ ഇന്ത്യയിലടക്കം വളരെ സാധാരണമായി കാണപ്പെടുന്ന വൈറസാണിതെന്നും ആശങ്ക വേണ്ടെന്നും ഡോക്ടർമാർ പറയുന്നു. ചൈനയിലും മറ്റുമൊക്കെ ഇത് ജലദോഷം വരുമ്പോൾ പോലും അവര് ഇതിന്റെ സ്വാബ് എടുത്ത് പരിശോധിക്കുകയും മറ്റും ചെയ്യുമ്പോൾ HNPV എന്നുള്ള വൈറസ് സാധാരണ ജലദോഷം ഉണ്ടാക്കുന്ന ഒരു വൈറസ് തന്നെയാണെന്ന് അവർ കണ്ടെത്തിയിട്ടുണ്ട്. ഏറെ വർഷങ്ങളായിട്ട് ജലദോഷം ഉണ്ടാക്കുന്ന ഒരു വൈറസ് തന്നെയാണിത്. ഇത് നമ്മൾ പരിശോധിക്കാത്തതുകൊണ്ട് മാത്രം നമ്മൾ അറിഞ്ഞിരുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചൈനയിൽ തണുപ്പുകാലത്ത് പൊതുവെ ആശുപത്രികളിൽ രോഗബാധിതരുടെ എണ്ണം കൂടാറുണ്ട്. അതിലപ്പുറം ഗുരുതരമായ സാഹചര്യങ്ങളുള്ളതായി ഇതുവരെയും ലോകാരോഗ്യ സംഘടന അറിയിപ്പ് നൽകിയിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ആഗോളതലത്തിലെ വൈറസ് ബാധയുടെ സാഹചര്യം ആരോഗ്യ മന്ത്രാലയം കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. മുൻകരുതലെന്ന നിലയ്ക്ക് കൂടുതൽ ലാബുകളിൽ HMPV പരിശോധന നടത്തും. തണുപ്പുകാലമായതിനാൽ ശ്വാസകോശ രോഗങ്ങൾ കൂടുതലുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യ മന്ത്രാലയം കണക്കുകൂട്ടുന്നു. അതിനനുസരിച്ച് ആശുപത്രി സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തിയിട്ടുണ്ടെന്നും ആരോഗ്യ മന്ത്രാലയം വിശദീകരിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പും KPCC പ്രസിഡന്റ് K സുധാകരൻ എഴുതിയ കത്തും പുറത്ത്. ബത്തേരി MLA IC ബാലകൃഷ്ണൻ നിയമനത്തിന്റെ പേരിൽ കോഴ വാങ്ങി എന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ചിട്ടുള്ളത്. വലിയ ബാധ്യതകൾ ഉണ്ടായിട്ടും തന്നെ ആരും തിരിഞ്ഞു നോക്കിയില്ല എന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. 4 പേജുള്ള ആത്മഹത്യാക്കുറിപ്പും KPCC അധ്യക്ഷൻ K സുധാകരൻ അയച്ച കത്തുമാണ് പുറത്തു വന്നിരിക്കുന്നത്. ബത്തേരി സഹകരണ ബാങ്ക് നിയമനവുമായി ബന്ധപ്പെട്ട് തനിക്ക് കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ബാധ്യത ഉണ്ടായതായി കത്തിൽ NM വിജയൻ പറയുന്നു. നിയമനവുമായി ബന്ധപ്പെട്ട് നിരവധി കോൺഗ്രസ് നേതാക്കൾ പണം കൈപ്പറ്റി. ബത്തേരി MLA IC ബാലകൃഷ്ണൻ, DCC പ്രസിഡന്റ് എന്നിവരുടെ പേരുകളും കുറിപ്പിൽ പരാമർശിക്കുന്നു. നിയമനത്തിന്റെ പേരിൽ പലരിൽ നിന്നും പണം വാങ്ങിയെന്നും ഇത് IC ബാലകൃഷ്ണന് വേണ്ടിയാണെന്നും കത്തിൽ സൂചനകളുണ്ട്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങിയപ്പോൾ അവസാനം തന്നെ ആരും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയുണ്ടായി. എല്ലാ ബാധ്യതകളും തനിക്ക് നേരെ മാത്രം വന്നെന്നും KPCC അധ്യക്ഷൻ അയച്ച കത്തിലുണ്ട്. ബത്തേരി കാർഷിക ബാങ്കിലും ബത്തേരി അർബൻ സഹകരണ ബാങ്കിലും കോഴ വാങ്ങി നിയമനങ്ങളും ക്രമക്കേടുകളും നടന്നിട്ടുണ്ട്. ബാങ്കിൽ നിയമനം നൽകാമെന്ന് പറഞ്ഞ് പലരിൽ നിന്നും പണം വാങ്ങിയെന്നും തൊഴിൽ നൽകാനായില്ലെന്നും ഇത് തനിക്ക് ബാധ്യത ഉണ്ടാക്കിയെന്നും കത്തിൽ പറയുന്നു. തന്റെ മക്കളെയെങ്കിലും രക്ഷിക്കാൻ KPCC നേതൃത്വം സഹായിക്കണമെന്ന് പറഞ്ഞാണ് കത്ത് അവസാനിപ്പിക്കുന്നത്. പിതാവ് ആവശ്യപ്പെട്ട പ്രകാരം കത്ത് ബന്ധപ്പെട്ടവർക്ക് അയച്ചു കൊടുത്തെന്നും പാർട്ടി നേതൃത്വത്തിൽ നിന്നും ഇടപെടലുണ്ടാവുമോ എന്നറിയാനാണ് 10 ദിവസം കാത്തിരുന്നതെന്നും കുടുംബം അറിയിച്ചു. ന്യൂസ് 18 വയനാട്. DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും മരണത്തിൽ തന്റെ പേര് വെറുതെ വലിച്ചിഴക്കരുത് എന്ന് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ. താനുമായി ഒരു പണ ഇടപാടും നടന്നിട്ടില്ല, എല്ലാം വിശദമായി അന്വേഷിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ഇല്ല. CBI അന്വേഷിക്കണമെന്ന ഭാര്യ മഞ്ജുഷയുടെ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. വിധിക്കെതിരെ അപ്പീൽ നൽകും എന്നാണ് കുടുംബത്തിന്റെ പ്രതികരണം.
നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യയല്ല, കൊലപാതകമാണ്. മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടി മുതലുള്ള പോലീസിന്റെ നീക്കത്തിൽ വിശ്വാസമില്ല. പ്രത്യേക അന്വേഷണ സംഘത്തിന് വലിയ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട്. അതിനാൽ CBI അന്വേഷിക്കണം, ഇതായിരുന്നു കുടുംബത്തിന്റെ ആവശ്യം. എന്നാൽ ഭാര്യ മഞ്ജുഷയുടെ ഹർജി കോടതി അംഗീകരിച്ചില്ല. പ്രത്യേക അന്വേഷണ സംഘത്തിന് അന്വേഷണം തുടരാം, പക്ഷേ കുടുംബത്തിന്റെ ആശങ്കകൾ പരിഹരിക്കണം. അന്വേഷണ പുരോഗതി സമയാസമയങ്ങളിൽ കുടുംബത്തെ അറിയിക്കണം. അന്വേഷണ മേൽനോട്ടത്തിന് കണ്ണൂർ DIGയെ കോടതി ചുമതലപ്പെടുത്തി. DIGയുടെ അനുമതിയോടെ കുറ്റപത്രം സമർപ്പിക്കാവൂ. സംതൃപ്തമല്ല. ഞാൻ പ്രതീക്ഷിക്കാത്ത വിധിയായിപ്പോയി. അപ്പീൽ കല്ലാണ്ടിന് തീരുമാനം. ജസ്റ്റിസ് കൗസർ എടപ്പകത്താണ് ഹർജി പരിഗണിച്ചത്. നേരത്തെ ഹർജി പരിഗണിക്കുമ്പോൾ കോടതി നിർദ്ദേശിച്ചാൽ അന്വേഷണം ഏറ്റെടുക്കാമെന്ന് CBI നിലപാടെടുത്തിരുന്നു. വിധിക്കെതിരെ അപ്പീൽ പോകുമെന്നാണ് ഭാര്യ മഞ്ജുഷയുടെ നിലപാട്. അപ്പീലുമായിട്ട് മുമ്പോട്ട് പോകും. പിന്മാറാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. ഏതറ്റം വരെയും മുമ്പോട്ട് പോകാൻ തന്നെ ഉദ്ദേശിക്കുന്നു. ആദ്യം ഒപ്പമുണ്ടായിരുന്ന സർക്കാരും പാർട്ടിയും PP ദിവ്യയുടെ ജാമ്യത്തിനു ശേഷം വേണ്ടത്ര പിന്തുണ നൽകുന്നില്ല എന്നതാണ് നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആക്ഷേപം. അതേസമയം CPM നേതൃത്വം കോടതി വിധി സ്വാഗതം ചെയ്തു. IG-യുടെ പരിശോധനയും എല്ലാം ഉണ്ടാകണമെന്നുള്ളതാണ് ഇപ്പോൾ വന്നിട്ടുള്ള വിധിയിലെ കാര്യം. അപ്പോൾ അതങ്ങനെ ചെയ്യുന്നതിൽ ആർക്കും ആക്ഷേപം ഉണ്ടാവുകയുമില്ല. തീർച്ചയായും വീണ്ടും നിയമപോരാട്ടത്തിന് എന്ന് കുടുംബം നിലപാടെടുത്തതോടെ നവീൻ ബാബുവിന്റെ മരണത്തെ ചൊല്ലിയുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ തുടരും. സർക്കാർ കുടുംബത്തോടൊപ്പം ഇല്ല എന്നതാണ് ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ നിലപാട്. നവീൻ ബാബുവിന്റെ വീട്ടിൽ പോയി പറഞ്ഞു, ME ഗോവിന്ദൻ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്, കുടുംബത്തിന്റെ കൂടെയാന്ന്. എന്നിട്ട് ആ കേസിലെ പ്രതി ജയിലിൽ നിന്ന് ഇറക്കിയപ്പോൾ ഭാര്യയെ വിട്ട് സ്വീകരിക്കാൻ ME ഗോവിന്ദൻ. എന്തൊരു പാർട്ടിയാണ്. ന്യൂസ് 18 കൊച്ചി. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കം 4 പ്രതികൾ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. പ്രത്യേക CBI കോടതി വിധിക്ക് എതിരെയാണ് അപ്പീൽ നൽകിയത്. കേസിൽ മുൻ MLA KV കുഞ്ഞിരാമൻ നിരപരാധിയാണ് എന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. കേസിൽ കുഞ്ഞിരാമനെ പോലെ നിരപരാധികൾ ഉണ്ട് എന്ന് ബോധ്യമുണ്ട്. ഇവരെ CBI ഉപയോഗിച്ച് കുടുക്കിയതാണ് എന്നും EP ജയരാജൻ പറഞ്ഞു. P ജയരാജൻ ജയിലിൽ പ്രതികളെ സന്ദർശിച്ചതിനെക്കുറിച്ചുള്ള ചോദ്യത്തോടായിരുന്നു EP-യുടെ പ്രതികരണം. EP ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ DC ബുക്സിന് എതിരെ കടുത്ത വിമർശനവുമായി ഹൈക്കോടതി. അനുമതിയില്ലാതെ പുസ്തകം പ്രസിദ്ധീകരണത്തിന് നൽകിയത് എഴുത്തുകാരനെ അപമാനിക്കലാണ്. പുസ്തകത്തിന്റെ ഉള്ളടക്കം പുറത്തുവിട്ടത് തെറ്റാണ് എന്നും കോടതി നിരീക്ഷിച്ചു. വീഴ്ച പറ്റിയെന്ന് DC ബുക്സും കോടതിയിൽ സമ്മതിച്ചു. കലോൽ സ്റ്റേഡിയത്തിലെ അപകടത്തിൽ കടുത്ത വിമർശനവുമായി ഹൈക്കോടതി. പങ്കെടുത്തവരിൽ നിന്ന് സംഘാടകർ എന്തടിസ്ഥാനത്തിലാണ് പണം വാങ്ങിയത് എന്ന് കോടതി ചോദിച്ചു. മനുഷ്യജീവന് വിലയില്ലാതെ ആയി എന്നും സാധാരണ മനുഷ്യർ വീണാലും പരിപാടി നിർത്തിവെക്കണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. തിരുവനന്തപുരം നഗരസഭാ ഭരണം പിടിക്കാൻ മുൻ കേന്ദ്രമന്ത്രിയെ BJP രംഗത്തിറക്കുമെന്ന ന്യൂസ് 18 വാർത്ത സ്ഥിരീകരിച്ച V മുരളീധരൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുതിർന്ന BJP നേതാക്കൾ സജീവമായി രംഗത്ത് ഉണ്ടാകും. മത്സരിക്കുന്നതിൽ അന്തിമ തീരുമാനം കേന്ദ്ര നേതൃത്വത്തിൻ്റെതാണ് എന്നും V മുരളീധരൻ പറഞ്ഞു. അതേസമയം BJPയുടെ ഈ നിർണായക നീക്കത്തെ LDFും UDFും ഏറെ ഗൗരവത്തോടെയാണ് നിരീക്ഷിക്കുന്നത്. തലസ്ഥാനത്തിന്റെ നഗരഭരണം പിടിക്കാൻ മുൻ കേന്ദ്രമന്ത്രി V മുരളീധരനെ മേയർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാണിക്കാൻ BJP ദേശീയ നേതൃത്വം സംസ്ഥാന ഘടകത്തിന് നിർദ്ദേശം നൽകിയെന്നായിരുന്നു ന്യൂസ് 18 പുറത്തുവിട്ട വാർത്ത. മുരളീധരനെ മുന്നിൽ നിർത്തിയുള്ള നീക്കം ഫലം കാണുമോ എന്നറിയാൻ മഹാരാഷ്ട്രയിലും കർണാടകത്തിലും ഇലക്ഷൻ റിസർച്ചിൽ മികവ് തെളിയിച്ച ഏജൻസി നഗരത്തിൽ സർവേ തുടങ്ങിയ വിവരവും പുറത്തു വന്നു. ഇതിനോട് V മുരളീധരന്റെ പ്രതികരണം ഇങ്ങനെ: ഭാരതീയ ജനതാ പാർട്ടി ഈ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പും അതിനെ തുടർന്ന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും ഇത് രണ്ടും ഒരുമിച്ച് കണ്ടുകൊണ്ടുള്ള തയ്യാറെടുപ്പുകളാണ് തുടങ്ങിയിട്ടുള്ളത്. പാർട്ടിയുടെ സംഘടനാ തലത്തിലുള്ള തെരഞ്ഞെടുപ്പിൻ്റെ പുനഃസംഘടന പൂർത്തിയായാൽ ഉടൻ തന്നെ ഇത് സംബന്ധിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കണം എന്നുള്ള ഒരു തീരുമാനമാണ് പൊതുവായിട്ടുണ്ടായിട്ടുള്ളത്. തിരുവനന്തപുരത്തിന് പുറമെ BJPക്ക് സാധ്യത കൽപ്പിക്കപ്പെടുന്ന മറ്റ് നഗരസഭകളിലും മുതിർന്ന നേതാക്കളെ തന്നെ രംഗത്തിറക്കാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം. കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ സീനിയർ നേതാക്കൾ മത്സരിക്കേണ്ടത് അനിവാര്യമെന്നും V മുരളീധരൻ. കേരളത്തിലെ എല്ലാ മുതിർന്ന നേതാക്കളും ഈ തെരഞ്ഞെടുപ്പിൽ സജീവമായിട്ടുണ്ടാകും. ആരൊക്കെ സ്ഥാനാർത്ഥിയാകണം എന്നുള്ളത്
സമയമാകുമ്പോൾ തീരുമാനിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തലസ്ഥാനത്ത് മുന്നേറ്റമുണ്ടാക്കാനായാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മറ്റ് മണ്ഡലങ്ങളിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടാകുമെന്നാണ് BJP കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ. അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിലവിലെ 35 അംഗങ്ങളിൽ നിന്ന് കക്ഷിനില 50-ന് മുകളിലേക്ക് ഉയർത്താൻ BJP പയറ്റുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ എന്തൊക്കെയാവും എന്നതാണ് LDF UDF ക്യാമ്പുകളിൽ ആകാംക്ഷ ഉണർത്തുന്നത്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. സർക്കാർ ജീവനക്കാർ ക്ഷേമ പെൻഷൻ തുക അനധികൃതമായി കൈപ്പറ്റി വിവാദത്തിൽ കാണാതെ പോകുന്ന ചില മാനുഷിക വശങ്ങൾ കൂടിയുണ്ട്. ഇവരിൽ ഒരുപാട് പേർ 13,000 രൂപ മാസശമ്പളം വാങ്ങുന്ന പാർട്ട് ടൈം തൂപ്പുകാരോ പാചകക്കാരോ ഒക്കെയാണ്. ഇവർ വാങ്ങിയ പെൻഷൻ ആകട്ടെ 1,800 രൂപയുടെ വിധവാ പെൻഷനോ ഭിന്നശേഷിക്കുള്ള പെൻഷനോ ആണ്. സസ്പെൻഷനിൽ ആയതോടെ പലരുടെയും ജീവിതം വലിയ ദുരിതത്തിലുമാണ്. ഉയർന്ന തസ്തികയിൽ ഇരുന്ന് പണം തട്ടിച്ചവർക്ക് വേണ്ടിയല്ല ഈ വാർത്ത. സർക്കാർ ജീവനക്കാർ അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റി എന്ന വാർത്ത ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. എന്നാൽ ഈ കാര്യത്തിന് ഒരു മറുവശമുണ്ട്. ഇതിൽ ബഹുഭൂരിപക്ഷം പേരും ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരാണ്, അതായത് തൂപ്പു ജോലി ചെയ്യുന്ന ജീവനക്കാരാണ്. പലരും നേരത്തെ വിധവാ പെൻഷൻ വാങ്ങിയിരുന്നവരാണ്. ഭിന്നശേഷിയുള്ളവരുണ്ട്. 2019 തന്നെ ഈ പെൻഷൻ വാങ്ങുന്നത് നിർത്തിയ ജീവനക്കാരിയും ഇപ്പോൾ സസ്പെൻഷനിലായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ബാലരാമപുരത്തിനടുത്താണ് ഈ ജീവനക്കാരിയുടെ വീട്. അവരുടെ പേര് നമ്മൾ വെളിപ്പെടുത്തുന്നില്ല. ആ ജീവനക്കാരിയുടെ സഹോദരനാണ് നമുക്കൊപ്പം ചേരുന്നത്. അപ്പോൾ അവൾ 2013 ജോലിക്ക് കയറുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് പാർട്ട് ടൈം സ്വീപ്പറായിട്ടാണ് കയറിയത്. പിന്നെ അത് കാലാവധി കൂടുതലില്ലാത്തത് കൊണ്ട് ആ പാർട്ട് ടൈം സ്വീപ്പറായിട്ട് തന്നെ ഇന്ന് നിലനിർത്തി പോവുകയാണ്. പെർമനൻ്റ് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 2013 വരെ അവൾ ഈ വിധവാ പെൻഷൻ പറ്റിക്കൊണ്ടിരുന്നതാണ്. ഒരു മകൾ മാത്രമേ ഉള്ളൂ. മകളെ കല്യാണം കഴിച്ച് കൊടുക്കുകയും ചെയ്തു. ഞങ്ങളെല്ലാവരും കൂടെയാണ് കെട്ടിച്ചു കൊടുത്തത്. 2019 ആയപ്പോൾ അപ്പോൾ ഓഫീസിലൊക്കെ പോയി തിരക്കി, പല സ്ഥലത്തും തിരക്കിയപ്പോൾ അവർ പറഞ്ഞത്, ചേച്ചി കുഴപ്പമില്ല, പാർട്ട് ടൈം അല്ലേ ചേച്ചി, പാർട്ട് ടൈം ആണ്ട് ഇതൊന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ചേച്ചി പൈസ വാങ്ങിച്ചോ എന്ന് പറഞ്ഞു. പക്ഷേ 2019 ആയപ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരു ചെറിയ ഇൻഫർമേഷൻ കിട്ടി, ഇത് ഏതായാലും ടൈറ്റ് ആവും എന്ന് ഞാൻ അവളോട് പറയുകയും ചെയ്തു. അങ്ങനെ ചെന്ന് 2019 പഞ്ചായത്തിൽ അവിടെ പോയി ഇത് ക്ലോസ് ചെയ്തു. 1458 പേർ അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയെന്നാണ് ധനവകുപ്പ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. വിവിധ വകുപ്പുകൾ ഇവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ റവന്യൂ വകുപ്പിൽ നിന്ന് 34 പേരെയും പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് 31 പേരെയും സസ്പെൻഡ് ചെയ്തു. ഇതിൽ റവന്യൂ വകുപ്പിൽ തൂപ്പുജോലിയോ ഓഫീസ് അറ്റൻഡറായോ പ്രവർത്തിച്ചിരുന്ന 22 പേരുണ്ട്. പൂന്തോട്ടത്തിൽ ജോലി ചെയ്ത ഒരാളുണ്ട്. പൊതുമരാമത്ത് വകുപ്പിലാകട്ടെ 34-ൽ 28 പേരും താഴേക്കിടയിൽ ജോലി ചെയ്യുന്നവരാണ്. പാർട്ട് ടൈം സ്വീപ്പർമാർ, പാചകക്കാർ, വാച്ച്മാൻ എന്നിങ്ങനെയാണ് പട്ടിക. എല്ലാവരും നിസ്സാര ശമ്പളം പറ്റുന്നവർ. പലരും പാർട്ട് ടൈം ജോലിക്കാർ. 2 വരുമാനം വാങ്ങിയെന്നൊക്കെ പറഞ്ഞാലും എല്ലാം കൂടി 15,000 രൂപ പോലും തികച്ചില്ല. പലർക്കും നേരത്തെ മുതൽ കിട്ടിക്കൊണ്ടിരുന്നതാണ് ക്ഷേമ പെൻഷൻ. പിന്നീടാണ് പാർട്ട് ടൈം ജോലിയിൽ കയറുന്നത്. ഇങ്ങനെ 2 വരുമാനം തെറ്റാണെന്ന് പോലും അറിയാത്ത പാവപ്പെട്ടവർ. ഇവരിൽ നിന്ന് 18% പലിശയ്ക്ക് ഇതുവരെ വാങ്ങിയ തുക തിരിച്ചു പിടിക്കാനാണ് സർക്കാർ തീരുമാനം. സസ്പെൻഷനിലായതോടെ കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം ഏതാണ്ട് മുടങ്ങി. അതിന് പിന്നാലെയാണ് പലിശ സഹിതം ഉടൻ പണം തിരിച്ചു പിടിക്കൽ. ഞങ്ങൾ ഇന്ന് കണ്ട തിരുവനന്തപുരം സ്വദേശിയായ സ്ത്രീ അടക്കം ആവശ്യപ്പെടുന്നത് മാനുഷിക പരിഗണന മാത്രമാണ്. ക്ഷേമ പെൻഷൻ വാങ്ങിയ ഗസറ്റഡ് റാങ്കിലുള്ള ജീവനക്കാർക്കൊപ്പം തങ്ങളെ കാണരുതെന്ന അപേക്ഷയും. സി വിനോദിനൊപ്പം VV വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം. കൊല്ലം സ്വദേശി ജിതിനെ കുടുക്കിയ സൈബർ തട്ടിപ്പിൽ തൃശ്ശൂരിലെ ട്രേഡിംഗ് കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് ഒഴുകിയത് കോടികൾ. അക്കൗണ്ട് തുറന്ന 3 ആഴ്ചയ്ക്കുള്ളിൽ 3 കോടിയിലേറെ രൂപയാണ് എത്തിയത്. എന്നാൽ മുഴുവൻ തുകയും അനിൽകുമാർ എന്നയാൾ എടുത്തു എന്നും ഇയാളാണ് കമ്പനിക്ക് പിന്നിൽ എന്നും കമ്പനി ഉടമകളായ റിസൽദാറും നീതുവും ന്യൂസ് 18നോട് പറഞ്ഞു. ജിതിനെതിരെ തെലങ്കാന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 1ഉം 2ഉം പ്രതികളാണ് ഇവർ. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഇരിങ്ങാലക്കുട ബ്രാഞ്ചിലെ 604976724688 എന്ന അക്കൗണ്ടിലേക്കാണ് സൈബർ തട്ടിപ്പിലൂടെയുള്ള പണമെത്തിയത്. കഴിഞ്ഞ വർഷം ജൂലൈ 18-നാണ് 5500 രൂപ നിക്ഷേപവുമായി ലാറ്റ് ലൈഫ് കോഫി എസ്റ്റേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പേരിൽ കറണ്ട് അക്കൗണ്ട് തുറന്നത്. ഓഗസ്റ്റ് മാസമായതോടെ അക്കൗണ്ടിലേക്ക് ലക്ഷങ്ങൾ എത്താൻ തുടങ്ങി. ആഴ്ചകൾ കൊണ്ട് ലക്ഷങ്ങൾ കോടികളായി. സെപ്റ്റംബർ തുടക്കത്തിൽ അക്കൗണ്ടിലുണ്ടായിരുന്നത് 3.79 കോടി രൂപ. പിന്നാലെ
1.29 ലക്ഷം രൂപ നിലനിർത്തി ബാക്കി പിൻവലിച്ചു. ഇരിങ്ങാലക്കുടയിലെ ജിം ട്രെയിനറായ അനിൽകുമാർ എന്നയാളാണ് ട്രേഡിംഗ് ബിസിനസ്സിലേക്ക് തങ്ങളെ കൊണ്ടുവന്നതെന്നും ഇയാൾ തന്നെ പണം പിൻവലിക്കുകയായിരുന്നുവെന്നുമാണ് റിസൽദാർ അബ്ദുൾ റസാഖ് പറയുന്നത്. നമ്മൾ ഒരു ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടൊരു എൻ്റെ ജിമ്മിലത്തെ ഒരു ട്രെയിനർ ഉണ്ടായിരുന്നു. ആൾ ത്രൂ ആണ് ഈ ഒരു ഇങ്ങനെ ഒരു സംഭവം ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് ലൈസൻസ് ഒക്കെ എടുക്കുക അങ്ങനെ പറഞ്ഞ് നമ്മളെ കൺവിൻസ് ചെയ്തിട്ട് നമ്മളെ കൊണ്ട് ലൈസൻസ് ഒക്കെ എടുപ്പിച്ചു. അതിനുശേഷം അക്കൗണ്ടൊക്കെ എടുത്ത് തന്നിട്ട് അവർക്ക് കൊടുത്താൽ മതി, എല്ലാവരും ചെയ്യാം അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ കൺവിൻസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതൊക്കെ തുടങ്ങി, അക്കൗണ്ടൊക്കെ തുടങ്ങി അവർക്ക് കൊടുത്തു. അതിനുശേഷം ഓഗസ്റ്റിൽ നമുക്ക് ബാങ്കിൽ നിന്ന് കോൾ വന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ അക്കൗണ്ട് ഫ്രീസായി എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇത്ര എമൗണ്ട് അക്കൗണ്ടിൽ കൂടെ പോയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് വൻതുക അക്കൗണ്ടിലേക്ക് ഒഴുകിയപ്പോൾ തന്നെ സംശയം തോന്നിയിരുന്നു. അതുകൊണ്ടാണ് പിൻവാങ്ങിയതെന്ന് നീതുവും പറയുന്നു. ആ ടൈം ആയപ്പോഴേക്കും അതിൽ ഫണ്ട് വന്നത് ശരിയല്ലാന്ന് തോന്നിയപ്പോൾ തന്നെ നമ്മൾ ലൈസൻസും ബാങ്ക് അക്കൗണ്ടും ഒക്കെ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ പിന്നിൽ ഇത്ര വലിയൊരു പ്രശ്നം ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. 13 ലക്ഷത്തിന്റെ തട്ടിപ്പ് കേസിൽ ബംഗളൂരു പോലീസ് നേരത്തെ ഇവരുടെ മൊഴിയെടുത്തിരുന്നു. അന്നും അനിൽകുമാറിന്റെ പേര് പറഞ്ഞെങ്കിലും അന്വേഷണമുണ്ടായില്ല. മംഗളൂരു പോലീസിലും കേസുണ്ട്. തങ്ങൾ വഞ്ചിക്കപ്പെടുകയായിരുന്നുവെന്നും സൈബർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നുമാണ് റിസൽദാറും നീതുവും പറയുന്നത്. എന്നാൽ അനിൽകുമാറിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ലെന്ന ഇവരുടെ നിലപാട് സംശയാസ്പദമാണ്. അനിൽകുമാറിലേക്ക് അന്വേഷണം എത്താത്തതും ദുരൂഹം. തൃശ്ശൂരിൽ നിന്ന് KP ധനേഷിനൊപ്പം VV അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. 5 വർഷം മുമ്പ് ഉപേക്ഷിച്ച ഫോൺ നമ്പർ മൂലം ജയിലിൽ കിടക്കേണ്ടി വന്ന യുവാവ്. ഏറെ നാൾ ഉപയോഗിച്ച മൊബൈൽ സിം അലക്ഷ്യമായി ഉപേക്ഷിച്ചു. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ആ നമ്പർ ഉപയോഗിച്ച് മറ്റൊരു സംഘം കോടികളുടെ സൈബർ തട്ടിപ്പ് നടത്തി. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു വ്യക്തിയായിരുന്നു. അജ്ഞാതർ നടത്തിയ തട്ടിപ്പിന് യുവാവിനെ തെലങ്കാന ജയിലിലാക്കിയ പോലീസ്. ഹൈദരാബാദ് സ്വദേശി തൊഗാരി സുമന്റെ പരാതിയിലായിരുന്നു തെലങ്കാന പോലീസ് ജിതിനെ അറസ്റ്റ് ചെയ്തത്. ഈ നമ്പർ 17/7 വേറൊരാൾക്ക് തൃശ്ശൂരുള്ള ഒരാൾക്ക് ഇഷ്യൂ ചെയ്തതായിട്ടാണ്. കൊല്ലം സ്വദേശി നേരിട്ട സമാനതകളില്ലാത്ത മനുഷ്യാവകാശ ലംഘനം ജനങ്ങളിലെത്തിച്ച് ന്യൂസ് 18. പോലീസിന്റെ കൃത്യമായ നിയമപ്രകാരമല്ലാത്ത പ്രവൃത്തികൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ആളുകളുടെ കാഴ്ചപ്പാട് എന്നെ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. നീതി തേടുന്ന മാധ്യമ ദൗത്യം. ന്യൂസ് 18 വാർത്തയിൽ എന്നും മുന്നിൽ. ഹണി റോസിനെതിരായ സൈബർ അധിക്ഷേപ കേസിൽ കടുത്ത നടപടിയുമായി പോലീസ്. നടിയുടെ പരാതിയിൽ കുമ്പളം സ്വദേശി ഷാജിയെ അറസ്റ്റ് ചെയ്തു. അശ്ലീല പരാമർശം നടത്തുന്നവർക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ഹണി റോസ് ന്യൂസ് 18 പറഞ്ഞു. ദ്വയാർത്ഥ പ്രയോഗം നടത്തുകയും പിന്നാലെ നടന്ന് അപമാനിക്കുകയും ചെയ്യുന്ന വ്യക്തിക്കെതിരെ ഹണി റോസിന്റെ സമൂഹമാധ്യമ കുറിപ്പിന് താഴെയാണ് അധിക്ഷേപ കമന്റുകൾ വന്നത്. ഹണി റോസിന്റെ പരാതിയിൽ 30-ലധികം പേർക്കെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തു. സ്ത്രീത്വത്തെ അപമാനിക്കുന്നതും അശ്ലീലം നിറഞ്ഞതുമായ കമന്റിട്ടവരുടെ വിവരങ്ങളും നടി പോലീസിന് കൈമാറിയിരുന്നു. ഇവരുടെ പ്രൊഫൈലുകൾ പരിശോധിച്ച ശേഷമാണ് അറസ്റ്റിലേക്ക് കടന്നത്. കൂടുതൽ അറസ്റ്റുണ്ടാകുമെന്നും സ്ക്രീൻഷോട്ടുകൾ പരിശോധിച്ചു വരികയാണെന്നും കൊച്ചി DCP അശ്വതി ജിജി പറഞ്ഞു. അശ്ലീല പരാമർശങ്ങൾ തുടർന്നാൽ നിയമപരമായ സാധ്യതകൾ തേടുമെന്ന് ഹണി റോസ്. ഇത്രയും പേരെന്നുള്ള ഒരു കണക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇത് എനിക്ക് മാത്രം എതിരെ വരുന്ന ഒരു കാര്യവുമല്ല. കാരണം കമന്റ് നമ്മൾ വീട്ടിലിരുന്ന് ഒളിഞ്ഞ് അല്ലെങ്കിൽ ഫേക്ക് ഐഡികളിൽ ഇരുന്ന് ഒളിഞ്ഞ് തിരിഞ്ഞും ഇടുന്ന ആളുകൾ ഡെഫിനറ്റ്ലി അതൊരു ക്രൈമാണെന്ന് മനസ്സിലാക്കുകയും അതിനെതിരെ ഒരു അവയർനെസ് കൂടി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തേക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇനി ഇങ്ങനെ മോശം അബ്യൂസീവ് ആയിട്ടുള്ള ഏറ്റവും മോശം വാക്കുകൾ ഉപയോഗിച്ച് സ്ത്രീകൾക്കെതിരെ സംസാരിക്കുന്ന ആളുകൾ ഡെഫിനറ്റ്ലി ഇനിയും അറസ്റ്റ് ചെയ്യപ്പെടും. നമുക്കൊന്നും ചെയ്യാനില്ല അതിൽ. ഹണി റോസിനെതിരെ നടക്കുന്ന അധിക്ഷേപത്തെ അപലപിച്ച് താരസംഘടനയായ AMMA രംഗത്തെത്തി. ആവശ്യമെങ്കിൽ നിയമസഹായം നൽകും. ലൈംഗികാതിക്രമത്തിന്റെ പരിധിയിൽപ്പെടുന്ന 1 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. നിമിഷപ്രിയയുടെ വധശിക്ഷ യമൻ പ്രസിഡന്റ് അംഗീകരിച്ചു എന്ന റിപ്പോർട്ടുകൾ തള്ളി ഡൽഹിയിലെ യമൻ എംബസി. പ്രസിഡന്റ് ഡോക്ടർ റാഷിദ് അൽ അലീമി വധശിക്ഷ അംഗീകരിച്ചിട്ടില്ല. ഹൂതി നിയന്ത്രണത്തിൽ ഉള്ള വടക്കൻ യമനിൽ നടന്ന സംഭവത്തിൽ ഹൂതി സുപ്രീം പൊളിറ്റിക്കൽ കൗൺസിൽ നേതാവ് മെഹ്ദി അൽ മഷാദ് ആണ് വധശിക്ഷയ്ക്ക് അംഗീകാരം നൽകിയത് എന്നും യമൻ എംബസി വ്യക്തമാക്കി.
വലിയ ആശങ്കയോടെയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ യമൻ പ്രസിഡന്റ് അംഗീകരിച്ചു എന്ന വാർത്ത കേരളം കേട്ടത്. എന്നാൽ ഇപ്പോൾ യമനിലെ എംബസിയിൽ നിന്ന് ലഭിക്കുന്നത് ആശ്വാസം നൽകുന്ന വിവരങ്ങളാണ്. യമൻ പ്രസിഡൻഷ്യൽ ലീഡർഷിപ്പ് കൗൺസിലിന്റെ ചെയർമാനായ ഡോക്ടർ റാഷിദ് അൽ അലിമി ഇതുവരെ നിമിഷപ്രിയയുടെ വധശിക്ഷ അംഗീകരിച്ചിട്ടില്ലെന്നാണ് യമൻ എംബസി പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത്. യമൻ പൗരനായ തലാൽ അബ്ദു മെഹ്ദിയെ കൊലപ്പെടുത്തിയ കേസിലാണ് പാലക്കാട് സ്വദേശിനിയായ നിമിഷപ്രിയയ്ക്ക് യമനിൽ വധശിക്ഷ വിധിച്ചത്. 2017 കേസിനാസ്പദമായ സംഭവം. 2020 കേസിൽ സനായിലെ വിചാരണ കോടതി നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിച്ചു. 2023 യമൻ സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ നിമിഷപ്രിയയുടെ അപ്പീൽ തള്ളി. എന്നാൽ ദയാധനം നൽകി ശിക്ഷയിൽ നിന്ന് ഇളവ് നേടാനുള്ള അവസരം നൽകി. ഇതിനു പിന്നാലെയാണ് നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. മോചനത്തിനായുള്ള ശ്രമങ്ങൾ തുടരുന്നതിനിടെയാണ് വധശിക്ഷയ്ക്ക് പ്രസിഡന്റ് അനുമതി നൽകിയെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. നിമിഷപ്രിയയുടെ മോചനത്തിനായി സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു. വിഷയത്തിൽ ഇടപെടാൻ ഇറാനും സന്നദ്ധത അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കരകുളം APSES എഞ്ചിനീയറിംഗ് കോളേജിൽ കത്തിക്കരിഞ്ഞ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ നിർണായകമായ CCTV ദൃശ്യങ്ങൾ പുറത്ത്. കോളേജ് ഉടമ EM താഹ 30 ലിറ്റർ ഡീസൽ വാങ്ങി മടങ്ങുന്ന ദൃശ്യങ്ങൾ ആണ് ന്യൂസ് 18 ലഭിച്ചത്. താഹയ്ക്ക് 20 കോടി രൂപയുടെ ബാധ്യത ഉണ്ടായിരുന്നതായി കുടുംബാംഗങ്ങൾ മൊഴി നൽകിയിട്ടുണ്ട്. കണ്ടെത്തിയ മൃതദേഹ അവശിഷ്ടങ്ങൾ താഹയുടേത് എന്ന് തന്നെ ഉറപ്പിക്കാൻ DNA പരിശോധനാ ഫലത്തിനായി കാത്തിരിക്കുകയാണ് നെടുമങ്ങാട് പോലീസ്. കഴിഞ്ഞ 31 പുലർച്ചെയാണ് കരകുളം APSES എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസിൽ കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ഇതിന് 2 ദിവസം മുമ്പ് വടയിലയിലെ പമ്പിൽ നിന്ന് കോളേജ് ഉടമ EM താഹ 30 ലിറ്റർ ഡീസൽ വാങ്ങി മടങ്ങുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണ് പോലീസ് വീണ്ടെടുത്തത്. ഇതോടെ താഹയുടേത് ആത്മഹത്യ തന്നെയെന്ന സംശയം ബലപ്പെടുകയാണ്. അതിനിടെ EM താഹയുടെ പേയാടിനടുത്തുള്ള വസതിയിലെത്തി നെടുമങ്ങാട് പോലീസ് കുടുംബാംഗങ്ങളുടെ മൊഴിയെടുത്തു. കുടുംബാംഗങ്ങൾ നൽകിയ മൊഴിയിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെ: വസ്തു ഇടപാടുകളിലും മറ്റുമായി സാമ്പത്തിക ബാധ്യതകൾ ഏറിയതോടെ കുടുംബാന്തരീക്ഷത്തിലും പ്രശ്നങ്ങളായി. 7 മാസമായി താഹ അന്തിയുറങ്ങിയിരുന്നത് കരകുളത്തെ APSES കോളേജ് ക്യാമ്പസിൽ തന്നെയായിരുന്നു. കഴിഞ്ഞ 26-ാം തീയതിയാണ് അദ്ദേഹം അവസാനമായി വീട്ടിലെത്തിയത്. 31 പുലർച്ചെ 1:30 ഭാര്യയെ ഫോണിൽ വിളിച്ചിരുന്നു. എന്നാൽ 8 സെക്കൻഡ് മാത്രമായിരുന്നു കോളിന്റെ ദൈർഘ്യം. കാര്യം മനസ്സിലാക്കാതെ പലതവണ തിരികെ വിളിച്ചിട്ടും EM താഹ ഫോൺ എടുത്തില്ല. അസാധാരണമായ മനോധൈര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നതായും അതുകൊണ്ടാണ് ഇത്ര ക്രൂരമായ രീതിയിൽ മരണമുറപ്പാക്കാൻ ശ്രമിച്ചതെന്നുമാണ് 5 മണിക്കൂർ നീണ്ട മൊഴിയെടുക്കലിൽ കുടുംബാംഗങ്ങൾ പോലീസിനോട് വ്യക്തമാക്കിയത്. സംഭവ സ്ഥലത്ത് നിന്ന് താഹയുടെ മൊബൈൽ ഫോൺ വീണ്ടെടുത്തിരുന്നെങ്കിലും ബന്ധുക്കളോട് 5 ലക്ഷം രൂപ കടം ചോദിക്കുന്ന സന്ദേശങ്ങൾ അല്ലാതെ ആത്മഹത്യാക്കുറിപ്പോ സംഭവത്തിന്റെ ദൃശ്യങ്ങളോ വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് വിവരം. അതേസമയം പരിശോധനയ്ക്കയച്ച DNA സാമ്പിളുകളുടെ ഫലം ഒരാഴ്ചക്കകം ലഭിക്കുമ്പോൾ മാത്രമേ കണ്ടെത്തിയ മൃതദേഹ ഭാഗങ്ങൾ EM താഹയുടേത് തന്നെയോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാകൂ. നെടുമങ്ങാട് SHO രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. തമിഴ്നാട് നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്താതെ ഗവർണർ മടങ്ങി. പ്രസംഗത്തിന് മുന്നോടിയായി ദേശീയഗാനം ആലപിക്കണമെന്ന നിർദ്ദേശം പാലിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു RN രവിയുടെ മടക്കം. തമിഴ്നാട് സർക്കാർ ഭരണഘടനയെയും ദേശീയഗാനത്തെയും അപമാനിച്ചുവെന്നും ഗവർണർ പറഞ്ഞു. തമിഴ്നാട്ടിൽ ഗവർണർ സർക്കാർ പോര് പുതിയ തലത്തിലേക്ക്. ദേശീയ ഗാനാലാപനമാണ് ഇത്തവണത്തെ വിഷയമെന്നത് പോരിന് ഗൗരവം നൽകുന്നു. ദേശീയ ഗീതം பாடப்படாதது தொடர்பாக ஒரு கருத்தை தெரிவித்திருக்கிறார். இது தொடர்பாக கடந்த ஆண்டு ஆளுநர் அவர்கள் இதே கருத்தை கோடிட்டு மாண்புமிகு பேரவைத் தலைவர் அவர்களுக்கு ஒரு கடிதம் அனுப்பியிருந்தார். அந்த கடிதத்துக்கு அப்போதே பதிலளித்து தேசிய ஒருமைப்பாட்டிலும் நாட்டுப்பற்றிலும் தேச தலைவர்கள் மீதும் என்றும் மாறாத നന്മതിപ്പை കൊണ്ടത് இந்த அரசு. പുതിയ വർഷത്തെ ആദ്യ സെഷനിൽ നയപ്രഖ്യാപന പ്രസംഗത്തിനെത്തിയതായിരുന്നു ഗവർണർ RN രവി. തമിഴ്നാടിന്റെ ഔദ്യോഗിക ഗാനമായ തമിഴ് തായ് വാഴ്ത്ത് ആലപിച്ചു. തുടർന്ന് സ്പീക്കർ ഗവർണറെ നയപ്രഖ്യാപന പ്രസംഗത്തിന് ക്ഷണിച്ചു. പ്രസംഗത്തിന് മുന്നോടിയായി ദേശീയഗാനം ആലപിക്കാൻ സ്പീക്കറോടും മുഖ്യമന്ത്രിയോടും ഗവർണർ നിർദ്ദേശിച്ചെങ്കിലും പാലിക്കപ്പെട്ടില്ല. പ്രതിഷേധത്തിനിടെ 3 മിനിറ്റിനുള്ളിൽ നിയമസഭയിൽ നിന്നും ഗവർണർ മടങ്ങി. തമിഴ്നാട് നിയമസഭ ഇന്ത്യയുടെ ഭരണഘടനയെയും ദേശീയഗാനത്തെയും അപമാനിച്ചെന്ന് ഗവർണറുടെ ഓഫീസ് പിന്നീട് പ്രസ്താവനയിൽ ആരോപിച്ചു. എല്ലാ നിയമസഭയിലും ഗവർണറുടെ പ്രസംഗത്തിന് മുമ്പും ശേഷവും ദേശീയഗാനം ആലപിക്കുന്നതാണ് പൊതുരീതിയെന്നും ഓർമ്മിപ്പിച്ചു. ഗവർണർ മടങ്ങിയതിനെ തുടർന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ തമിഴ് പരിഭാഷ സ്പീക്കർ വായിച്ചു. നാഷണൽ ഡെസ്ക് ന്യൂസ് 18.
രാഷ്ട്രീയ തന്ത്രജ്ഞനും ജൻ സൂരജ് പാർട്ടി സ്ഥാപകനുമായ പ്രശാന്ത് കിഷോർ ജയിലിൽ. പരീക്ഷാ ക്രമക്കേടിനെതിരെ ബീഹാറിൽ സമരം ചെയ്യുന്നതിനിടെയാണ് പ്രശാന്ത് കിഷോറിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. ജാമ്യം അനുവദിക്കാൻ കോടതി തയ്യാറായെങ്കിലും പ്രശാന്ത് ജാമ്യ വ്യവസ്ഥ അംഗീകരിച്ചില്ല. തുടർന്നാണ് ജയിലിൽ അടച്ചത്. ബീഹാർ PSC പരീക്ഷയിൽ വലിയ ക്രമക്കേട് നടന്നുവെന്നും പരീക്ഷ റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് നിരവധി ഉദ്യോഗാർത്ഥികൾ സമരത്തിലാണ്. ഇവർക്ക് പിന്തുണയുമായിട്ടാണ് പ്രശാന്ത് കിഷോർ സമരം നടത്തിയത്. കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പ്രധാനമന്ത്രി സ്ഥാനവും ലിബറൽ പാർട്ടിയുടെ നേതൃസ്ഥാനവും രാജിവെച്ചു. പാർട്ടിയിലെ വലിയൊരു വിഭാഗം എതിരായതോടെയാണ് ട്രൂഡോയുടെ രാജി. MG മിഥുനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. മിഥുൻ, വലിയ തോതിലുള്ള പ്രതിഷേധം തുടരുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സിഖ് വിഭാഗങ്ങൾക്ക്, ഖലിസ്ഥാൻവാദികൾക്കടക്കം ജസ്റ്റിൻ ട്രൂഡോ നൽകി വന്നിരുന്ന പിന്തുണ അത് സ്വദേശികളെ ഏറെ പ്രതിസന്ധിയിലാക്കുകയും അവരുടെ എതിർപ്പിനടക്കം വഴിയൊരുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഒപ്പം മറ്റ് വിഷയങ്ങളും. എന്താണിപ്പോൾ രാജിയിലേക്ക് എത്തിച്ചത്? അഭിലാഷ്, നേരത്തെ തന്നെ പാർട്ടിയിലെ വലിയൊരു വിഭാഗം എതിരായതോടുകൂടിയാണ് ട്രൂഡോ രാജിക്കൊരുങ്ങുന്നു എന്നുള്ള അഭ്യൂഹങ്ങളും അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. തുടർന്നാണ് അദ്ദേഹം ബുധനാഴ്ച ഇതിന്റെ ദേശീയ കോക്കസ് യോഗം നടക്കാനിരിക്കുന്നതിന് മുമ്പ് തന്നെ രാജിവെച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ നിലപാട് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ താൻ ഈ സ്ഥാനത്ത് നിന്ന്, അതായത് നേരത്തെ വ്യക്തമാക്കിയിരുന്നത് അദ്ദേഹം ഈ ലിബറൽ പാർട്ടിയുടെ സ്ഥാനത്ത് നിന്ന്, അതായത് നേതൃസ്ഥാനത്ത് നിന്ന് മാത്രമായിരിക്കും രാജിവെക്കുമെന്നുള്ള ഒരു സൂചനകളായിരുന്നു നേരത്തെ വന്നതെങ്കിൽ ഇപ്പോൾ പ്രധാനമന്ത്രി സ്ഥാനം കൂടി രാജിവെച്ചിരിക്കുന്നു ഇതിനു പുറമെ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നേരത്തെ തന്നെ ലിബറൽ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള ക്യൂബക്, ഒണ്ടാരിയോ, അറ്റ്ലാന്റിക് പ്രവിശ്യകളിലെ പ്രാദേശിക നേതൃത്വം ട്രൂഡോയെ നീക്കണം, അതല്ല എങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്ക് പോകുമെന്നുള്ളൊരു കാര്യം കൂടി മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ലിബറൽ പാർട്ടിയുടെ ദേശീയ കോക്കസ് യോഗം ഈ ബുധനാഴ്ചയാണ് ചേരാനിരിക്കുന്നത്. അതിനു മുന്നോടിയായി തന്നെ ട്രൂഡോ ഇപ്പോൾ നേതൃസ്ഥാനവും പ്രധാനമന്ത്രി സ്ഥാനവും ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. ദേശീയ കോക്കസ് യോഗത്തിൽ ഒരുപക്ഷെ നാണം കെട്ട് പുറത്തു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായേനേയും അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം കൂടിയായി തന്നെയാണ് ഇത് കണക്കാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും എല്ലാ ജീവനക്കാരോടും ഇന്ന് ജോലിക്ക് ഹാജരാകാൻ കനേഡിയൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു. അത് രാജ്യാഭ്യൂഹങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹം തന്നെ ഔദ്യോഗികമായി തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. നേതൃസ്ഥാനത്തു നിന്നും പ്രധാനമന്ത്രി സ്ഥാനത്തു നിന്നും ഇപ്പോൾ ഒഴിവായിരിക്കുന്നു. നേരത്തെ തന്നെ ഈ ലിബറൽ പാർട്ടിയുടെ 153 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്, MPമാരാണ് ഉണ്ടായിരുന്നത്. അതിൽ 131ഓളം MPമാർ ട്രൂഡോയ്ക്ക് എതിരായിരുന്നു. 20 മുതൽ 25 വരെയുള്ള MPമാരുടെ സഹായം അല്ലെങ്കിൽ അത്തരത്തിൽ പിന്തുണ മാത്രമായിരുന്നു ട്രൂഡോയ്ക്ക് ലഭ്യമാവുകയും ചെയ്തിരുന്നത്. കൂടാതെ നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ സിഖ് വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, അതിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും ചെയ്തിരുന്നു. കൂടാതെ അവിടുത്തെ പ്രാദേശികമായ രീതിയിൽ വലിയ രീതിയിൽ ട്രൂഡോയ്ക്കെതിരെ നീങ്ങുകയും ചെയ്തിരുന്നു. 2015 മുതൽ അദ്ദേഹം ഈ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയായിരുന്നു. ഒപ്പം തന്നെ ലിബറൽ പാർട്ടിയുടെ നേതൃസ്ഥാനം കൈകാര്യം ചെയ്യുന്ന വ്യക്തിയായിരുന്നു. അതിനാണിപ്പോൾ 10 വർഷങ്ങൾക്കിപ്പുറം ജസ്റ്റിൻ ട്രൂഡോ യുഗം അവസാനിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. എന്തായാലും നിലവിൽ പ്രധാനമന്ത്രിയായി, ഒരു കാവൽ പ്രധാനമന്ത്രിയായി അദ്ദേഹം തുടരുകയും ചെയ്യും. കാരണം ലിബറൽ പാർട്ടിയുടെ പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കാൻ 4 മാസം വരെ സമയമെടുക്കും. ഒപ്പം തന്നെ ഇതിന്റെ മറ്റ് നടപടികളിലേക്ക് കടക്കണം. കൂടുതൽ അടുത്ത നേതാവ് ആരാണെന്നടക്കമുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കണം. അതിൽ ബുധനാഴ്ച ചേരുന്ന ദേശീയ കോക്കസ് യോഗത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. എന്തായാലും ഈ 130ഓളം വരുന്ന ട്രൂഡോയ്ക്കെതിരായിട്ടുള്ള MPമാരുടെ നിലപാടനുസരിച്ചായിരിക്കും അടുത്ത നേതാവ് ആരാണെന്നുള്ള അടക്കമുള്ള കാര്യത്തിലേക്ക് ഒരു തീരുമാനമാകുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ, വലിയ നീക്കങ്ങൾക്കൊടുവിൽ ഇപ്പോൾ തീർച്ചയായും മിഥുൻ വളരെ ഗൗരവത്തോടു കൂടി തന്നെ നിരീക്ഷിക്കേണ്ട വാർത്തയാണ്. പ്രത്യേകിച്ച് ഖലിസ്ഥാനികൾക്ക് കൂടുതൽ അനുകൂലമായി പിന്തുണയ്ക്കുന്ന നിലപാട് ആണ് ജസ്റ്റിൻ ട്രൂഡോ സ്വീകരിച്ചിരുന്നത്. അതിൻ്റെ ഭാഗമായി ഇന്ത്യയെ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്ന പശ്ചാത്തലം ഒക്കെ ഉണ്ടാകുന്നു. ഇന്ത്യയെയും സംബന്ധിച്ചിടത്തോളം നയതന്ത്രപരമായി ഈ രാജി പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് പുതുതായി ചുമതലയേൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടി കാനഡയിലെ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ ഏറെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ വാർത്തയിലേക്ക് വളരെ പെട്ടെന്ന് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പ്രധാനമന്ത്രി സ്ഥാനവും ലിബറൽ പാർട്ടിയുടെ നേതൃസ്ഥാനവും രാജിവെച്ചു എന്ന വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തുവരുന്നത്. ഇപ്പോൾ ഡോക്ടർ മോഹൻ വർഗീസ്, രാഷ്ട്രീയ നിരീക്ഷകൻ, വിദേശകാര്യ നിരീക്ഷകൻ, ടെലിഫോൺ ലൈനിൽ ഉണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, നേരത്തെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണ് ജസ്റ്റിൻ ട്രൂഡോയുടെ നിലപാട്.
അദ്ദേഹം ഇന്ത്യ വിരുദ്ധ നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഖലിസ്ഥാൻവാദികൾക്ക് പൂർണ്ണമായും പിന്തുണ നൽകിയിരുന്നു. ഒരു ഘട്ടത്തിൽ ഇതൊക്കെ നേട്ടമായി മാറിയെങ്കിൽ പിന്നീട് അത് കനത്ത തിരിച്ചടിയാകുന്ന സാഹചര്യമുണ്ടാകുന്നു. സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ എതിരഭിപ്രായം ഉണ്ടാകുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ ട്രൂഡോയെ മുന്നിൽ നിർത്തിയാൽ പരാജയപ്പെടുമെന്ന് പാർട്ടി ഭയക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇത് വലിയ തിരിച്ചടിയായി മാറുന്നു. ഒപ്പം ഇന്ത്യ വിരുദ്ധതയ്ക്കുമുള്ള ഫലം എന്നുകൂടി ഇതിനെ വായിച്ചെടുക്കേണ്ടി വരില്ലേ? അഭിലാഷ്, താൽക്കാലിക ലാഭത്തിന് വേണ്ടി ജസ്റ്റിൻ ട്രൂഡോ നടത്തിയ ചില നീക്കങ്ങൾ ആത്യന്തികമായി അദ്ദേഹത്തിന്റെ തന്നെ രാഷ്ട്രീയ ഭാവി ഏതാണ്ട് അവസാനിപ്പിക്കുകയാണ്. അത് ഇന്ത്യ വിരുദ്ധത മാത്രമല്ല, ഖലിസ്ഥാൻ വാദികൾക്ക് അവിടെ വലിയൊരു താവളം ഒരുക്കി കൊടുക്കുക, ഖലിസ്ഥാൻ വാദികളുടെ നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി NDP എന്ന ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി, ആ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് അദ്ദേഹം ആ പാർട്ടിയുടെ പിന്തുണയോടുകൂടി തന്റെ ഭരണകൂടം നിലനിർത്തുക, അങ്ങനെ ഒരു വലിയ തോതിലുള്ള രാഷ്ട്രീയ മെയ്വഴക്കം കാട്ടി എന്ന് നമുക്ക് പൊതുവെ നിരീക്ഷിക്കാമെങ്കിലും അതെല്ലാം താൽക്കാലിക ലാഭത്തിന് വേണ്ടിയുള്ള നീക്കങ്ങളായിരുന്നു, ആദർശ പോരാട്ടങ്ങളായിരുന്നില്ല എന്ന് പ്രത്യേകമായി ഓർക്കുക. അത് മാത്രമല്ല, ഭാരതവുമായി കൊമ്പ് കോർക്കേണ്ട യാതൊരു ആവശ്യവുമില്ലായിരുന്നു. ഹർദീപ് സിംഗ് നിജ്ജർ വധത്തിന് ഭാരതത്തെ നേരിട്ട് ബന്ധപ്പെടുത്തുന്ന തെളിവുകളൊന്നും തന്നെ ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് ഹാജരാക്കാനായില്ല. പക്ഷെ തന്റെ പിന്തുണക്കാരായ സിഖ് തീവ്രവാദികളുടെ പാർട്ടിയായ NDPയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം നടത്തിയ ജൽപ്പനങ്ങൾ ഭാരത കാനഡ ബന്ധങ്ങളെ എത്രത്തോളം ഉലച്ചു എന്ന് നമുക്ക് കാണാവുന്നതാണ്. അന്നു മുതൽ തന്നെ ജനപ്രീതിയിൽ വളരെ വളരെ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ക്രമാനുഗതമായി. തന്റെ രാഷ്ട്രീയ കക്ഷിയായ ലിബറൽ പാർട്ടിക്ക് ജസ്റ്റിൻ ട്രൂഡോയുടെ നേതൃത്വം ഒരു ബാധ്യതയായി മാറി. അങ്ങനെ ലിബറൽ പാർട്ടിയുടെ തന്നെ മഹാഭൂരിപക്ഷം ആളുകളും ഒരു നേതൃമാറ്റം എന്ന ആവശ്യം കുറെ കാലമായി ഉന്നയിക്കുകയായിരുന്നു. അത് മാത്രമല്ല, അവസാനം വന്ന അഭിപ്രായ വോട്ടെടുപ്പുകളിൽ ലിബറൽ പാർട്ടി കംപ്ലീറ്റ് പരാജയമാണ് ലിബറൽ പാർട്ടിയെ കാത്തിരിക്കുന്നത് എന്ന ഒരു നിരീക്ഷണവും വന്നു. അങ്ങനെ വന്നപ്പോൾ ഗത്യന്തരമില്ലാതെ 2 രാജികൾ അദ്ദേഹം നൽകുകയാണ്. ലിബറൽ പാർട്ടിയുടെ നേതൃസ്ഥാനത്തു നിന്നും പ്രധാനമന്ത്രി സ്ഥാനത്തു നിന്നും കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഇപ്പോൾ ഇത് രാജിവെച്ചിരിക്കുകയാണ്. ഇനി ധനമന്ത്രി ആയിരിക്കും അടുത്ത പ്രധാനമന്ത്രി എന്ന രീതിയിലാണ് കാര്യങ്ങളുടെ ഒരു പോക്ക്. അത് മാത്രമല്ല, അമേരിക്കയുടെ ഏറ്റവും നല്ല ചങ്ങാതിയായിരുന്നു കാനഡ. അമേരിക്കയുമായി വലിയ അതിർത്തി പങ്കിടുന്ന അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യരാജ്യം. ആ രാജ്യത്തിന്റെ ഒരു ദുർഗതി, കാനഡയുടെ ദുർഗതി കണ്ടുകൊണ്ട് ഡൊണാൾഡ് ട്രംപ്, നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും പറഞ്ഞു, ഭംഗ്യാന്തരേണ പറഞ്ഞു വെച്ചു, നിങ്ങൾക്ക് നന്നായി ഭരിക്കാൻ അറിയില്ല എങ്കിൽ വേണമെങ്കിൽ ഞങ്ങളുടെ 51ാം സംസ്ഥാനമായി വേണമെങ്കിൽ കാനഡയെ കരുതിക്കൊള്ളാം എന്ന് വരെ പറയേണ്ടത് കേൾക്കേണ്ടി വന്ന ഹതഭാഗ്യനായ പ്രധാനമന്ത്രിയാണ് ജസ്റ്റിൻ ട്രൂഡോ. യെസ്, വളരെ നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഈ ട്രൂഡോയുടെ നയങ്ങളെ പരസ്യമായി വിമർശിച്ചുകൊണ്ട് ധനമന്ത്രിയായിരുന്ന ക്രിസ്റ്റിയ ഫ്രീലാൻസ് രാജിവെച്ച സാഹചര്യം കൂടി ഈ ഘട്ടത്തിൽ ചേർത്ത് വെക്കേണ്ടതുണ്ട്. ഡോക്ടർ PJ വിൻസെന്റ് ചേരുന്നുണ്ട്, വിദേശകാര്യ നിരീക്ഷകൻ. ശ്രീ PJ വിൻസെന്റ്, ഇവിടെ നിരവധിയായ വിഷയങ്ങൾ, അതായത് കാനഡ എന്ന രാജ്യത്തെ ബാധിക്കുന്ന നിരവധിയായ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പണപ്പെരുപ്പമായിരുന്നു. അവിടെ പ്രോപ്പർട്ടികൾക്ക്, പ്രത്യേകിച്ച് വീടുകൾക്ക് വലിയ തോതിൽ വില വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വാടക കുത്തനെ ഉയർന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതെല്ലാം ആ രാജ്യത്തെ ജനങ്ങളിൽ തന്നെ ഒരു എതിരഭിപ്രായം ട്രൂഡോയ്ക്ക് നേരെ ഉയർത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ കുടിയേറ്റക്കാരെ അമിതമായി പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം ഉണ്ടാകുന്നത്. തെളിവുകൾ ഇല്ലാതിരുന്നിട്ട് പോലും ഖലിസ്ഥാൻ വിഷയത്തിൽ ഇന്ത്യയെ കടന്നാക്രമിക്കുകയാണ് ചെയ്തത് ജസ്റ്റിൻ ട്രൂഡോ. ഇതിൻ്റെ എല്ലാം ആകത്തുകയാണോ ഇപ്പോഴത്തെ ഈ അധികാരമൊഴിയൽ എന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഒക്കെ അദ്ദേഹത്തിന്റെ രാജിയിലേക്ക് നയിച്ച വിവിധ ഘടകങ്ങളിലൊന്നാണ്. അതിൽ അന്താരാഷ്ട്ര തലത്തിൽ കാനഡ ഇന്ത്യ സംഘർഷം യഥാർത്ഥത്തില് കാനഡയുടെ മുഖം വികൃതമാക്കി എന്ന് തന്നെ പറയേണ്ടി വരും. ലിബറൽ പാർട്ടിയുടെ നേതാവാണ് അദ്ദേഹം. 2013 മുതൽ ലിബറൽ പാർട്ടിയിൽ അദ്ദേഹത്തിന് അസാമാന്യമായ സ്വാധീനം ഉണ്ടായിരുന്നു. ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവ് എന്ന ഒരു ഇമേജ് ആണ് തുടക്കത്തിൽ ജസ്റ്റിൻ ട്രൂഡോ ഉണ്ടാക്കിയത്. മാത്രവുമല്ല, വളരെ സാധാരണക്കാരായി പെരുമാറുകയും ആളുകളുടെ ഇടയിൽ വളരെ സാധാരണക്കാരായി ഇടപെടുകയും ചെയ്യുന്ന ഒരു നേതാവ് എന്ന ഇമേജ് അദ്ദേഹത്തിന് വലിയ ഗുണം ചെയ്തു. എന്നാൽ പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന്റെ വിദേശ നയത്തിൽ പാളിച്ചയുണ്ടാക്കി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹത്തിന്റെ കുടിയേറ്റ നയമായിരുന്നു. 5 ലക്ഷം ആളുകളെ വർഷം തോറും 2025 വരെ അവിടേക്ക് സ്വീകരിക്കും എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി.
ഇത് പൊതുവിൽ അമേരിക്കയിലും അതുപോലെ യൂറോപ്പിലും അനധികൃതമായ കുടിയേറ്റവും അതോടൊപ്പം നിയമവിധേയമായി നടത്തുന്ന കുടിയേറ്റവും സൃഷ്ടിക്കുന്ന പ്രതിസന്ധിയെ സംബന്ധിച്ച് യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ വളരെ നെഗറ്റീവായിട്ടുള്ള ചർച്ചകൾ നടക്കുന്ന ഒരു ഘട്ടത്തിലാണ് ജസ്റ്റിൻ ട്രൂഡോ ഇങ്ങനെ ഒരു നയപ്രഖ്യാപനം ഉണ്ടായത്. അത് ആഭ്യന്തര രംഗത്ത് അദ്ദേഹത്തിന്റെ ഇമേജ് മോശമാക്കുവാൻ കാരണമായി. അതോടൊപ്പമാണ് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പണപ്പെരുപ്പം, അതുപോലെ കുടുംബ ബജറ്റ് വലിയ രൂപത്തിൽ ഉയർന്നത്, സാമ്പത്തിക രംഗത്ത് ഉദ്ദേശിച്ച വളർച്ച ഉണ്ടാവാത്ത സാഹചര്യം തുടങ്ങി നിരവധി ഘടകങ്ങളുണ്ടായി. ഇതിന്റെ തുടർച്ചയിലാണ് കാനഡയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരു വ്യാപാര പങ്കാളി കൂടിയാണ് ഇന്ത്യയുടെ സാമ്പത്തികമായ ശാക്തീകരണം അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാമ്പത്തിക ശക്തിയായി ഇന്ത്യയെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഖലിസ്ഥാൻ ഭീകരവാദം ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷിതത്വത്തെ ബാധിക്കുന്ന ഘടകമാണ്. 1984 ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രക്തസാക്ഷിയായത് ഖലിസ്ഥാൻ ഭീകരതയുടെ ഫലമായിരുന്നു എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഒരു കാരണവശാലും ഇന്ത്യയിലെ പഞ്ചാബ് കേന്ദ്രീകരിച്ചാണെങ്കിലും പാകിസ്ഥാന്റെ പിന്തുണയോടുകൂടിയാണെങ്കിലും അതുപോലെ കാനഡയിലുള്ള ഇന്ത്യൻ വംശജരായിട്ടുള്ള സിഖുകാർ അവരെ ഉപയോഗിച്ചിട്ടുമൊക്കെ വളർന്നു വരുന്ന ഈ ഖലിസ്ഥാൻ വാദത്തിന്റെ പുനരുജ്ജീവനത്തെ അതീവ ശ്രദ്ധയോടുകൂടിയാണ് ഭാരതം നോക്കിക്കണ്ടത്. ഇക്കാര്യത്തിൽ ഭീകരതയ്ക്കെതിരായ ആഗോള യുദ്ധത്തിന്റെ ഭാഗമായി ആഗോളതലത്തിൽ രൂപപ്പെട്ട ഒരു കൺസെൻസസ് ഉണ്ട്. അമേരിക്ക, റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഈ കൺസെൻസസ് ശക്തമായി നിലനിൽക്കെ അതിന്റെ ഭാഗമായി ഈ സിഖ് തീവ്രവാദത്തെ നേരിടാൻ വേണ്ടി ഇന്ത്യ നടത്തിയ ഡിപ്ലോമാറ്റിക് വെഞ്ചർ ഫലം കണ്ടു. അതുകൊണ്ട് തന്നെ അവിടെ താങ്കൾ ഈ ഖലിസ്ഥാൻ വാദത്തെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കാനഡയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് അവിടേക്ക് പിന്നീടുള്ള ഇന്ത്യൻ കുടിയേറ്റം അല്ലെങ്കിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളാണല്ലോ കാനഡയിൽ അധികമായി പോകുന്നത്. അതിൽ തന്നെ കേരളത്തിൽ നിന്ന് നമ്മുടെയൊക്കെ പരിസരങ്ങളിൽ നിന്ന് എത്രയോ കുട്ടികൾ അവിടെ പോകുന്നുണ്ട്. അവർ പ്രതിസന്ധി നേരിടാനുള്ള ഒരു സാധ്യത നമ്മൾ മുന്നിൽ കണ്ടിരുന്നു. അവർക്ക് PR അടക്കമുള്ള കാര്യങ്ങളിൽ പ്രതിസന്ധി ഉണ്ടായേക്കുമെന്ന് നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷേ ഇനിയിപ്പോൾ ഭരണത്തിൽ വരുമ്പോൾ അടുത്ത ഒക്ടോബറിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഭരണമാറ്റം ഉണ്ടാകുമോ എന്നൊന്നും ഉറപ്പിക്കാനാവില്ല. പക്ഷേ സർവേ ഫലങ്ങളും എതിരാണ്. അപ്പോൾ ഇതൊരു പരിധിവരെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ആശ്വാസമാകുന്നു എന്ന് നിരീക്ഷിച്ചാൽ തെറ്റാകുമോ? ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ആശ്വാസമാകുക എന്നുള്ളതൊന്നും ഒരു വിഷയമല്ല. കാനഡ അല്ലെങ്കിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ആസ്ട്രേലിയയിൽ പോകും, ലോകത്തിന്റെ മറ്റിതര ഭാഗങ്ങളിൽ പോയി പഠിക്കും. കാനഡ മാത്രമല്ല ഒരു കേന്ദ്രം. അപ്പം കാനഡ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അവിടെ പോകുന്ന വിദ്യാർത്ഥികൾക്ക് അവിടെ പഠിക്കാൻ ആവശ്യമായ സാഹചര്യവും ഇന്ത്യ എന്ന രാജ്യവുമായി വളരെ അടുത്ത ബന്ധവും ഒക്കെ നിലനിൽക്കുന്നില്ല എങ്കിൽ അവർക്ക് ആൾട്ടർനേറ്റീവ് ഉണ്ട്, ബദലുണ്ട്. അപ്പം ഈ നമ്മുടെ കേരളത്തിലൊക്കെ എല്ലാ ഗ്രാമങ്ങളിലും റിക്രൂട്ട്മെന്റ് ഏജൻസികളുണ്ട്. അപ്പൊ കാനഡയിലേക്ക് പോകുന്നതിന് പകരം അമേരിക്കയോ ഓസ്ട്രേലിയയോ ന്യൂസിലൻഡോ ഉള്ള മറ്റ് താവളങ്ങളിലേക്ക് പോകാൻ നമുക്ക് പ്രയാസമില്ല. അതുകൊണ്ട് ആ രൂപത്തിലുള്ള നയ വ്യത്യാസം ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കാനഡയോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും കാനഡയ്ക്കും ഒരുപോലെ ഗുണകരമായ ഒന്നായിരുന്നു. എന്തായാലും സമയപരിമിതി മൂലമാണ് ഡോക്ടർ PJ വിൻസെന്റ് ഞാൻ ഇടപെടുന്നത്. വളരെയധികം നന്ദി. ഒപ്പം അമേരിക്കയിൽ പുതിയ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കാൻ പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അവിടെ ഡൊണാൾഡ് ട്രംപ് കടുത്ത ഭാഷയെ ട്രൂഡോയെ വിമർശിച്ചിരുന്നു. ഈ സ്ഥിതി തുടർന്നാൽ, അതായത് കാനഡയിൽ നിന്ന് അമേരിക്കയിലേക്കും മറ്റുമുള്ള കുടിയേറ്റമൊക്കെ ഇനിയും തുടർന്നാൽ 25% അധിക തീരുവ കൂടി ചുമത്തും എന്നുകൂടി അദ്ദേഹം പറഞ്ഞൊരു പശ്ചാത്തലം ഉണ്ട്. എന്തായാലും ഇന്ത്യ വിരുദ്ധതായി കൂടി ഇപ്പോൾ ട്രൂഡോയ്ക്ക് തിരിച്ചടിയായിരിക്കുന്നു എന്ന് വേണം നമുക്ക് വായിച്ചെടുക്കാൻ. സ്കൂൾ കലോത്സവ വാർത്തകളിലേക്ക്. അനന്തകല കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. നമ്മുടെ ഭാവിയാണ്, സോ നോ കോംപ്രമൈസ്. GTech ഇൻ അസോസിയേഷൻ വിത്ത് മിൽമ, രുചിയേറും നിമിഷങ്ങൾ. സംസ്ഥാന സ്കൂൾ കലോത്സവം 3-ാം ദിവസം സമാപിക്കുമ്പോൾ പോരാട്ടം കടുക്കുകയാണ്. 703 പോയിന്റുമായി കണ്ണൂർ ജില്ല തേരോട്ടം തുടരുന്നു. തൊട്ടുപിന്നെ തൃശ്ശൂരും 3-ാം സ്ഥാനത്ത് കോഴിക്കോടുമാണുള്ളത്. പാലക്കാട് ജില്ലയാണ് 4-ാമത്, 5-ാമത് മലപ്പുറവും.
ചിത്രകല കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. നമ്മുടെ ഭാവിയാണ്, സോ നോ കോംപ്രമൈസ്. ജിടെക് ഇൻ അസോസിയേഷൻ വിത്ത് മിൽമ, രുചിയേറും നിമിഷങ്ങൾ. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ മാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ന്യൂസ് 18 2 പുരസ്കാരങ്ങളാണുള്ളത്. അസോസിയേറ്റ് എഡിറ്റർ രഞ്ജിത്ത് രാമചന്ദ്രനാണ് മികച്ച വാർത്താ അവതാരകൻ. മികച്ച ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിനുള്ള പുരസ്കാരത്തിന് അസോസിയേറ്റ് എഡിറ്റർ ടോം ഗ്രിയാക്കോസ് അർഹനായി. പുരസ്കാരങ്ങൾ ജനുവരി 10 കൊച്ചിയിൽ വിതരണം ചെയ്യും. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.